നമുക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നും ദൈവിക മെമ്മറിയിൽ നമ്മൾ ഉള്ളത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിൽ അതിനകത്തൊരു വാഗ്ദത്വം കൂടെ ഉണ്ട്, ഒരു വിടുതലുണ്ട്. ഇന്ന് പകൽ ആ വിടുതൽ ലഭിക്കണം. ഏതെല്ലാം മണ്ഡലങ്ങളിൽ? ഒന്ന്, ആത്മമണ്ഡലത്തിൽ; രണ്ട്, ഭൗതിക മണ്ഡലത്തിൽ. ഭൗതിക മണ്ഡലത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ സ്റ്റക്കായി കിടക്കുന്ന ചിലർ ഇന്ന് മുന്നോട്ട് പോകുവാൻ. ഒരു നല്ല ഉദാഹരണം പറയാൻ താല്പര്യപ്പെടുന്നത്, ചില ഫാന് ചില സമയങ്ങളിൽ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നാൽ, ഒരു വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞടുത്ത സമ്മർ ആകുമ്പോൾ ഈ സൂത്രം ഓൺ ചെയ്താൽ കറങ്ങത്തില്ല. അങ്ങനെ കറങ്ങാതെ വരുമ്പോൾ നീളമുള്ള എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ട് ആ ഫാനിൽ ഒരു തട്ട് തട്ടും. ആ ഒരു തട്ട് തട്ടുമ്പോൾ ഈ പുള്ളി കറങ്ങി തുടങ്ങും, പിന്നെ അങ്ങ് കറങ്ങിക്കോളും, ആ സീസൺ മുഴുവൻ കറങ്ങും. ഇന്ന് പകൽക്കാലം ആരെങ്കിലും സ്റ്റക്കായെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ കമ്പ് കൊണ്ട് ഒരു തട്ട് തട്ടും, ഈ വാക്കുകൊണ്ട് ഒരു തട്ട് തട്ടും. കറങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കൽ പ്രയോജനപ്പെട്ടവരാ, ഒരിക്കൽ ഓടിയവരാ, ഒരിക്കൽ വിശ്വസിച്ചവരാ, ഒരിക്കൽ പ്രാപിച്ചവരാ. എവിടെയോ കുറച്ച് നാൾ നമ്മളത് ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ട് ഒന്ന് സ്ലോ ആയെങ്കിൽ ഇന്ന് പകൽ കർത്താവ് ഒന്നുകൂടെ തട്ടി നമ്മെ എഴുന്നേൽപ്പിക്കട്ടെ. നമുക്കെല്ലാം കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യം ഒന്ന് വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാം കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ചേർന്ന് വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, ഏതാണ്ട് 9 വാക്യങ്ങളേ ഉള്ളൂ. നമുക്കൊന്ന് ചേർന്ന് വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനകത്തു നിന്നായിരിക്കും ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മളൊരു ഭാഗം എടുക്കുന്നത്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഒരു ശരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞു. പുരുഷാരത്തിൽ തിരഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ആ 34-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ദയവായി ഇരുന്നാലും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടുവാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് കഴിയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ, യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. ഇന്ന് കുറേ തിരിച്ചറിവുകൾ നടക്കണം. ഒന്ന്, അവൾ തിരിച്ചറിഞ്ഞു, തനിക്ക് സംഭവിച്ചത് അവൾ അറിഞ്ഞു, തൻ്റെ ശരീരത്തിൽ സംഭവിച്ചത് അവൾ അറിഞ്ഞു. അവൾ അറിഞ്ഞുകൊണ്ട് തൊട്ടു, അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവൾ അറിഞ്ഞു. 2, തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് യേശു അറിഞ്ഞു. എവിടെയോട്ടാ ശക്തി പോയതെന്ന് യേശു അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞു, പക്ഷെ വ്യക്തിയെ കാണുവാൻ യേശു തീരുമാനിച്ചു. അതുകൊണ്ട് അന്വേഷിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ആരും ആരംഭത്തെങ്കിൽ മിണ്ടിയില്ല. ശിഷ്യന്മാർ യേശുവിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ജനമങ്ങയെ തിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടതാരെന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രസക്തിയുണ്ടോ? എത്രയോ പേർ തൊട്ടു കാണും. യേശു അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ നോ, ഒരാൾ എന്നെ തൊട്ടു. ഈ തിരുവചന ഭാഗം 2-3 ആ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്, സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. മർക്കോസ് 5-ൽ ഇതുണ്ട്, ലൂക്കോസ് 8-ൽ ഇതുണ്ട്, മത്തായി 9-ൽ ഇതുണ്ട്. ഈ 3 ഭാഗങ്ങളും ചേർത്ത് വായിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ചരിത്രം കിട്ടുന്നതാണ്. ഞാൻ ആ ചരിത്രം പെട്ടെന്നൊന്ന് പറയാം. ഒരു ദിവസം യേശു കടലിൻ്റെ അക്കരെ നിന്ന് ഇക്കരെ എത്തി. കടലിൻ്റെ ഇക്കരെ എത്തി, അല്ലെങ്കിൽ കടൽ കടന്ന് എത്തി യെരുശലേമിലേക്ക്, യഹൂദ നാട്ടിലേക്ക് വന്നു. യേശു അവിടെ വന്ന സമയം ഒരുപാട് പുരുഷാരം തൻ്റെ അടുക്കൽ വന്നുകൂടി. ആ സമയത്ത് യായിറോസ് എന്ന് പേരുള്ള ഒരു പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും പള്ളിപ്രമാണികൾ യേശുവിൻ്റെ അടുക്കൽ പോയാൽ അവൻ്റെ പള്ളിയിലുള്ള സ്ഥാനം നഷ്ടപ്പെടും എന്നവർക്കൊരു നിയമമുണ്ട്. പ്രമാണി പോലും, പ്രമാണി അല്ലാത്തവൻ പോലും ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ പോയാൽ അവനെ പള്ളി ഭ്രഷ്ടനാക്കണം എന്നൊരു പ്രമാണം ഈ പ്രമാണികളെല്ലാം കൂടെ ചേർത്ത് പാസ്സാക്കി.
ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ പോയാൽ അവനെ പള്ളിഭ്രഷ്ടനാക്കണം. യേശുവിങ്കിൽ നിന്നും സൗജന്യമായ ശുശ്രൂഷ പോകുന്നുണ്ട്, പക്ഷേ ആ ശുശ്രൂഷ ആരെങ്കിലും പ്രാപിച്ചാൽ അവനെ പള്ളിഭ്രഷ്ടനാക്കണം എന്നൊരു പ്രമാണം പള്ളിപ്രമാണികൾ ചേർന്നുണ്ടാക്കിയ കാലം. തൻ്റെ യായിറോസ് പള്ളിപ്രമാണിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയൊരു പ്രശ്നം. തനിക്ക് ഏറെക്കുറെ 12 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുഞ്ഞാണുള്ളത്. ആ പെൺകുഞ്ഞ് മരണകരമായ രോഗം പിടിച്ചു. ഞാൻ പറഞ്ഞു, 3 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ 3 പേര് തന്നിട്ടുള്ള റിപ്പോർട്ട് അതിൽ തന്നെ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ആ ഏരിയ വിശദീകരിച്ചു, വേറൊരാൾ വേറൊരു ഏരിയ വിശദീകരിച്ചു. ഇതിൻ്റെ ആകെ തുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. 3 സുവിശേഷങ്ങളിൽ നിന്നായി. ആ പെൺകുട്ടിക്ക് സംഗതി വളരെ സീരിയസ് ആയ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇനിയും പള്ളിയുടെ പ്രമാണവും പിടിച്ചുകൊണ്ടിരുന്നാൽ ആകെ ഒരു മോളുള്ളത് പോക്കാം. ഇവളെ രക്ഷിക്കുവാൻ ഒരു വൈദ്യനെ കൊണ്ട് കഴിയുന്നില്ല. മറക്കരുത്, ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് പുറകിലുള്ള വൈദ്യസഹായങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് ആ വൈദ്യസഹായം കൊണ്ട് എൻ്റെ മോളെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതിനപ്പുറത്ത് ഒരു ദൈവസഹായം ഉണ്ടെങ്കിലേ മതിയാകുള്ളൂ. ആ ദൈവസഹായത്തിന് നമ്മുടെ പള്ളി തപ്പിയാൽ ഒരാളിനെ കിട്ടത്തില്ല. ഈ യേശുവിൻ്റെ അടുക്കൽ അല്ലാതെ അതൊക്കത്തില്ല. ഈ തലമുറയിൽ യേശു വന്നു പിറന്നതിനാൽ എനിക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനും കൂടെ ചേർന്ന് പള്ളിയിലെടുത്ത പള്ളിപ്രമാണം മാറിയിരിക്കട്ടെ. തൽക്കാലം പള്ളിപ്രമാണിയായ ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുകയാണെന്ന് പറയുകയും യേശുവിൻ്റെ അടുക്കൽ വരികയും ചെയ്തു. യേശുവിനോട് വന്ന് പറഞ്ഞു, എൻ്റെ മകൾ അത്യാസന്ന സ്ഥിതിയിലാണ്, അങ്ങൻ്റെ വീട്ടിൽ വരെ വന്ന് എൻ്റെ മകളെ ഒന്ന് സൗഖ്യമാക്കണം. ഒരാവശ്യം യേശുവിൻ്റെ മുമ്പിൽ വെച്ചു. യേശു അത് സമ്മതിച്ചു. യായിറോസിൻ്റെ വീട്ടിൽ പോകുവാൻ യേശു എഴുന്നേറ്റു നടന്നു പോകുകയാണ്. യേശു നടന്നു പോകുന്ന വഴിക്കാണ് 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ താമസിക്കുന്നത്. അവൾക്കൊരറിവ് കിട്ടി, നസ്രയനാകുന്ന യേശു ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. യെരുശലേമിൽ പോകുന്നവർക്ക് ക്രൂശിൻ്റെ പാത എന്നറിയപ്പെടുന്നതായ ഒരു വഴി ആളുകൾ കാണിച്ചു തരും. അവിടെ ചെന്നാൽ അവിടുത്തെ ട്രാവൽ ഗൈഡ്സ് അത് കാണിച്ചു തരും. ക്രൂശിൻ്റെ പാത, ക്രൂശിൻ്റെ വഴി എന്നാണ് അതിനെ അറിയുന്നത്. യേശു ക്രൂശ് എടുത്തുകൊണ്ട് നടന്നു പോയ ഇടമാണ്. അതിൽ ഒരു സ്ഥലത്ത് ആ ഒരു വഴിയെ പോകുമ്പോൾ ഇടുങ്ങിയ ഒരു പാതയുണ്ടാകും. ഞാനിത് പല പ്രാവശ്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇടുങ്ങിയ ഒരു പാതയുണ്ടാകും. ആ പാതയുടെ അരികിലായിട്ടായിരുന്നു ഈ സ്ത്രീ താമസിച്ചത് എന്ന് പറയുന്നു. യേശു അന്ന് യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ആ ഇടുങ്ങിയ വഴിയെ കൂടെയാണ്. ഒരു വലിയ ജനാവലി യേശുവിൻ്റെ ഒപ്പമുണ്ട്. അവരൊക്കെയും പണ്ട് പള്ളിയിൽ പോയിരുന്നവരും, അന്ന് അവിടെ ഉണ്ടായിരുന്നത് മുഴുവനും യഹൂദന്മാരിൽ നിന്ന് വന്നവരാണ്. ഇവരെല്ലാം യഹൂദ പള്ളിയിൽ പോയിരുന്നവരും. ഈ നേതാക്കന്മാർ കാണിച്ച ഈ തീരുമാനത്തിൻ്റെ വിവരക്കേടിൽ അല്പസ്വല്പം പ്രതിഷേധമുള്ളവരുമാണ്. ഇന്നും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അല്പസ്വല്പം പ്രതിഷേധമുള്ളവരുമാണ്. അവരെല്ലാം കൂടെ യേശുവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. കാര്യം യേശുവിങ്കിൽ നിന്ന് അവർ വൻ കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിപ്രമാണിയായ യായിറോസ് വന്നത്. ഇവരുടെ എല്ലാം കണ്ണു തുറപ്പിച്ചു. അവർ പറഞ്ഞിട, ഒരു വശത്ത് അരുത്, അവൻ്റെ അടുക്കൽ പോകരുതെന്ന് പ്രമാണമിട്ടവൻ തേണ്ട വന്നെങ്കിൽ ഇതെന്തൊരു അത്ഭുതം. അന്നേരത്താണ് പള്ളിപ്രമാണി വന്ന് കാര്യം പറയുന്നത്, എൻ്റെ ഏക മകൾ മരിക്കാറായി, യേശുവേ വേഗത്തിൽ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണമേ. ഇത് കണ്ട് യേശു കൂടെ പോയതിനെ തുടർന്ന് ഈ വൻ പുരുഷാരവും യേശുവിൻ്റെ കൂടെ പോയി. ഒരു വലിയ റോഡിൽ നിന്ന് ഒരു ഇടുങ്ങിയ റോഡിലേക്ക് പെട്ടെന്ന് കയറിയാൽ നല്ല തിക്കും തിരക്കും കാണും. അങ്ങനെ യേശുവിൻ്റെ കൂടെ പോകുന്ന ഈ വലിയ പുരുഷാരം ഭയങ്കര തിക്കും തിരക്കുമായി അവരുടെ യാത്രയുടെ ശബ്ദം കേട്ടു. ഈ സമയത്താണ് അയൽവക്കത്തെ അല്ലെങ്കിൽ ഈ റോഡിനോട് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്ന 12 സംവത്സരമായി രക്തസ്രവമുണ്ടായിരുന്നവളും ഏറിയ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചവളും മുതലെല്ലാം പോയിട്ടും തനിക്ക് ഒട്ടും സൗഖ്യം വരാത്തവളുമായ ഒരു സ്ത്രീ യേശു അതുവഴി പോകുന്നു എന്ന വർത്തമാനം കേട്ടത്. അവൾക്ക് യായിറോസിനെയും പരിചയമില്ല, അയാളുടെ മോളെയും അറിയാൻ വയ്യ, യേശുവിനെ വിളിച്ചോണ്ട് പോകുന്നതും അറിയാൻ വയ്യ. അവക്കാകെ അറിയാവുന്നത് ഒരു പുരുഷാരം ഇതുവഴി പോന്നു, അത് യേശു പോകുന്ന കൂട്ടമാണ്. യേശു പോകുന്നയിടത്തൊരു പുരുഷാരമുണ്ട്. അങ്ങനെ യേശു പുരുഷാരവുമായി പോകുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കൊരു സൗഖ്യം വേണം. ഞാനാണെങ്കിൽ ഏറിയ വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു തളർന്നിരിക്കുക. അപ്പുറത്ത് യായിറോസിന് പറയാനുള്ളത്, ഒരു വൈദ്യനെ കൊണ്ട് ഒക്കാത്ത ചിലതിന് വേണ്ടി ഞാൻ ഒരുങ്ങുക. ഇന്ന് പകൽക്കാലം ഏറിയ വൈദ്യന്മാരെ കൊണ്ട് ഒക്കാതെ വന്നവർ ഉണ്ടോ? എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. കർത്താവ് ഒരു വിടുതൽ നിങ്ങൾക്ക് തരട്ടെ. യേശു ഇതിനകത്തൂടെ പോകുന്നുണ്ട്.
ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചിട്ട് ഒന്നും ഒക്കാതെ കിടന്ന് ഈ സ്ത്രീ പറഞ്ഞു, അവളോട് തന്നെ പറയുക, വേറെ ആരുമില്ല, ഞാൻ യേശുവിൻ്റെ അടുക്കൽ എന്ന് പോകാം. അപ്പോൾ അവളോട് തന്നെ പറഞ്ഞു, പക്ഷെ എൻ്റെ രോഗം സാധാരണക്കാരൻ്റെ രോഗമല്ല. യഹൂദൻ്റെ അന്നത്തെ പ്രമാണപ്രകാരം രക്തസ്രവമുള്ളവളായ ഒരു സ്ത്രീയെ അശുദ്ധ എന്നാണ് വിളിക്കുക. ഈ അശുദ്ധ രോഗമുള്ളവൾക്ക് പൊതുവിൻ്റെ സമൂഹത്തിൽ ഇറങ്ങാനൊക്കത്തില്ല. ആരെങ്കിലും അവൾ പൊതുവിൽ ഇറങ്ങിയെന്നറിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ അതിൽ കൂടുതൽ ഒന്നും വേണ്ട. നിങ്ങൾക്കറിയാമോ, ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ചവരെ പഴയ നിയമത്തിൽ ഐസൊലേഷനിൽ സൂക്ഷിക്കാറുണ്ട്. ഒന്ന്, കുഷ്ഠരോഗബാധിതർ. ഒരുവന് കുഷ്ഠരോഗമുണ്ടെങ്കിൽ അവനെ പൊതുവിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. അവനൊരു ഐസൊലേഷൻ ഉണ്ട്. കാരണം അവൻ പൊതുവിൽ പോകാൻ പാടില്ല, കുഷ്ഠം പലരിലേക്ക് പകരും. പക്ഷേ ഇതല്ല, അശുദ്ധമായ ഒരു രോഗമുള്ള ഒരു സ്ത്രീയാണ്. ഇവളെ ആരെങ്കിലും തൊട്ടാലോ ഇവൾ പൊതുവിൽ ഇറങ്ങിയാലോ ഈ രോഗം പകരുന്നതല്ല. പക്ഷെ ഇവളിൽ തന്നെ അശുദ്ധമാണ്. അശുദ്ധമായ രണ്ട് രോഗങ്ങൾ, ഒന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, വേറൊന്ന് വേറൊരാളിലേക്ക് പകരുന്നതല്ലെങ്കിലും അതിൽ തന്നെ അശുദ്ധയായ ഒരു സ്ത്രീ. ഇതിന് രണ്ടിനും പൊതുവിൽ ഇറങ്ങാൻ അനുവാദമില്ല. ഞാൻ ആഴത്തിലോട്ട് ഇപ്പം പോകാൻ ആഗ്രഹിക്കുന്നില്ല. കുഷ്ഠം എന്നത് പാപത്തെ ചിത്രീകരിക്കുന്നതാണ്. പാപിയുമായി കൂട്ടുകൂടരുത്, പാപിയുടെ കൂടെ നടക്കരുത്. വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇണയില്ല, കൂടരുത്. കാരണം പാപിയോടുകൂടെ നടന്നാൽ ആ പാപം നമ്മിലേക്ക് വ്യാപരിപ്പാൻ സാധ്യതയുണ്ട്. സുരേഷ് ബാബു ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്, പനിയായിട്ടിരിക്കുന്ന ഞാൻ വന്ന് ആരോഗ്യമുള്ള ഒരാളിനെ തൊട്ടാൽ ആരോഗ്യമുള്ള ആളിൻ്റെ ആരോഗ്യം എന്നിലേക്ക് പകരുമോ അതോ എന്നിലുള്ള പനി ആരോഗ്യമുള്ളവനിലേക്ക് പകരുമോ? ഒരിക്കലും ആരോഗ്യം പകരത്തില്ല, പകരുന്നത് ഈ പനിയാണ്. പാപിയുടെ കൂടെ നടക്കരുതേ, ഇവനെ നന്നാക്കാനാന്നും പറഞ്ഞു പോകല്ലേ, നമ്മളും കൂടെ പാപികളാകും. അവൻ്റെ കൂടെ നടന്നല്ല അവനെ നന്നാക്കുന്നത്, അവന് നീതി വഴി പറഞ്ഞു കൊടുത്ത് മടങ്ങി വാടാന്ന് പറയുകയാണ് അവനെ നന്നാക്കുന്നത്. അവനെപ്പോലാകുക അല്ല അവനെ നന്നാക്കുന്നത്. പാപിയുടെ കൂടെ നടന്ന് പാപിയെ നന്നാക്കാൻ ശ്രമിച്ചവരിൽ ഒരുത്തനും നന്നായിട്ടില്ല. ചിലരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപെടണം, ദൈവകൃപയിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ നമ്മളങ്ങ് ഇട്ടേച്ചു പോയാൽ ആ സമൂഹത്തിൽ രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിൽ, നന്നാകാത്തവരുടെ കൂട്ടത്തിൽ ഒരു 10-50 പേര് എങ്കിലും ഞാനിവിടെ നിന്നാൽ ഇപ്പം ഇഞ്ഞു മാനസാന്തരപ്പെടുത്തിക്കൊണ്ടൊക്കെ വരും. കർത്താവിൻ്റെ ദാസൻ കാനമച്ചൻ ഒരിക്കൽ പറഞ്ഞ ഒരു കൊച്ചു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഓർക്കുകയായിരുന്നു. കാനമച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കപ്പലിൻ്റെ അടിത്തട്ട് പൊട്ടി അതിനകത്ത് വെള്ളം എരച്ച് കയറുമ്പോൾ ഇതിനകത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് നിന്ന് വെള്ളം കോരി കളയുക എന്നും പറഞ്ഞ് ഒരു പൊട്ടൻ നിന്നാൽ അവൻ ഉൾപ്പെടെ കപ്പൽ മുങ്ങുകയല്ലേ ഉള്ളൂ. പൊട്ട, ജീവനും കൊണ്ട് ചാട്. കപ്പൽ മുങ്ങുന്നതിന് മുമ്പേ മുങ്ങുന്ന അനേക കപ്പലുകളിലുള്ളവർ ചാടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും ചാടിയതാ. പാപത്തിൻ്റെ കപ്പലുകളിൽ നിന്ന് ചാടിയവർ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി വരുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രക്തസ്രവക്കാരത്തെ സ്ത്രീ അവളോട് തന്നെ പറഞ്ഞു കാണും, ഞാൻ പൊതുജനത്തിൻ്റെ നടുവിൽ ഇറങ്ങിയാൽ അതവരെന്നെ കല്ലെറിഞ്ഞു കൊല്ലും. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല. 2, ഞാൻ യേശുവിനെ കയറി തൊട്ടാൽ യേശുവിന് പോലും അശുദ്ധി ഉണ്ടാകും. കാര്യം ഞാൻ അശുദ്ധയാ. ഞാൻ യേശുവിനെ കയറി തൊട്ടാൽ യേശുവിന് പോലും അശുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവനെ തൊടത്തില്ല. ഇനി അവനെ തൊട്ടതായി ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഗതികേടായി, എന്നെ കൊന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ യേശുവിനെ തൊടത്തില്ല. തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി. അവൾ നോക്കുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ രോഗശാന്തി തൂങ്ങി നിൽക്കുന്ന കാഴ്ച അവക്ക് കാണാം. പത്രോസ് കൂടെ യാത്ര ചെയ്യുന്നയാളാ, അദ്ദേഹത്തിന് അത്രയും പിടികിട്ടിയിട്ടില്ല. യായിറോസ് വന്ന് യേശുവിനെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അല്ല, അതൊന്ന് വസ്ത്രത്തെ തൊട്ടാൽ ശരിയാകുമെന്ന് യായിറോസിനൊരു ചിന്തയില്ല. പക്ഷെ ഇവളുടെ വിശ്വാസം ഇതിൻ്റെ അപ്പുറത്താണ്. ഇവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പത്തൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇത് ചിന്തിച്ചുകൊണ്ട് അവൾ വരികയാണ്. അവൾ യേശുവിൻ്റെ പുറകെ കൂടി അത്തിക്കിൻ്റെ ഇടയിൽ, തിരക്കിൻ്റെ ഇടയിൽ നേരിട്ട് തൊടാതെ വണ്ണം പുറകിക്കൂടെ വന്ന് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലോട്ട് ഒന്ന് തൊട്ടു. പണ്ടൊരിക്കൽ ഞാനിവിടെ പറഞ്ഞതാണ്, നസ്രയനാകുന്ന യേശു എന്ന ശക്തനായ ദൈവത്തിൻ്റെ പുത്രന്റെ അറിവും അനുവാദവും കൂടാതെ തങ്കിൽ നിന്ന് ശക്തിയെ ചോർത്തുന്നതായ വിശ്വാസത്തിൻ്റെ സ്പർശനം. ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. മറ്റൊരു കർത്തദാസൻ പറഞ്ഞതാണ്, എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ. അതൊന്ന് ആവർത്തിക്കുവാൻ എനിക്ക് ഒരിക്കൽ കൂടെ ലഭിക്കുന്ന പദവിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ശക്തിയുടെ ഉറവിടമായ, ശക്തിദായകനായ, രോഗസൗഖ്യത്തിൻ്റെ യജമാനനായ യേശുവിൻ്റെ അറിവോ അനുവാദമോ കൂടാതെ ശക്തിയെ ചോർത്തുന്ന വിശ്വാസത്തിൻ്റെ സ്പർശനവുമായി ഈ പെമ്പറന്നൊരു പുറകെ പോയി യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ടു. അവളുടെ വിശ്വാസത്തിന്റെ വലിപ്പം അവളിലേക്ക് ഒരു ശക്തി വ്യാപരിച്ചു.
അവളിലേക്കൊരു ശക്തി വ്യാപരിച്ചു. ഈ മെസ്സേജ് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഭാഗം അധികം വിശദീകരിക്കാതെ ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ട് മാറുന്നതായിരിക്കും. അതേസമയം ഇന്ന് പകൽ ഒരു രോഗശാന്തി നടക്കേണ്ടതിന്, ഗൗരവമുള്ള ചില രോഗികൾ സൗഖ്യമാകേണ്ടതിന്, ഈ പകൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടതിന്, ഈ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ വിളിമ്പിൽ തൊടുകയും ശക്തി യേശുവിങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ അറിയാതെ 240 വോൾട്ടേജ് ഉള്ള അല്ലെ 220 വോൾട്ടേജ് ഉള്ള നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രിക്കൽ ലൈനിന്റെ നെക്കഡ് വയറിൽ കൈകൊണ്ട് തൊട്ടുപോയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ തൊട്ടതാ. തൊട്ടപ്പോഴൊക്കെ വിവരം അറിഞ്ഞിട്ടുമുണ്ട്. കാര്യം അനുവാദമുണ്ടോ എന്നൊന്നും ചോദിക്കാതെ ശക്തിയെ കയറി തൊട്ടാൽ ശക്തി ഇങ്ങോട്ട് വ്യാപരിക്കും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ ലീഫിന്റെ ഇടയിൽ കൈ പോയി മുറിഞ്ഞ പലരും ഇവിടെ കാണും. അറിഞ്ഞോണ്ടാണോടാ തൊട്ടത്, അല്ലെങ്കിൽ മുറിച്ചുകളയുമെന്നൊന്നും ഫാൻ ആരോടും പറഞ്ഞിട്ടില്ല. തൊട്ടവരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്, തൊടുന്നവനൊക്കെ വിവരം കിട്ടും. ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ചെന്നു, ശക്തിദായകന്റെ അടുക്കൽ ചെന്ന് തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലോട്ട് തൊടുകയും തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. വേറൊരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞൊരു പദം, ബ്രദർ ബ്ലിസ് ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, ബ്രദർ ബ്ലിസ് ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്. ഇലക്ട്രിക്കൽ ലൈനിൽ ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ലൈറ്റുകൾ ബൾബുകൾ കത്തി നിൽക്കുക. ഒരു നല്ല പവറുള്ള ഒരു മോട്ടോർ ഈ സമയത്ത് ഒന്ന് ഓൺ ചെയ്യാമെങ്കിൽ, ഒരു 35 ഹോഴ്സ് പവർ ഉള്ള ഒരു മോട്ടോർ ഈ ലൈനിലോട്ട് ഇപ്പം കണക്ട് ചെയ്യാമെങ്കിൽ ഈ ലൈനിലുള്ള എല്ലാ ബൾബും അങ്ങ് ഡിമ്മാകും. എല്ലാ ബൾബും ഉടനെ ഡിമ്മാകും. ഇതുപോലെ ശക്തി, ഒരു വൻ ശക്തി യേശുവിങ്കിൽ നിന്ന് ചോരുകയും യേശുവിന് മനസ്സിലായി പവർ പോന്നു. ഒന്ന് ഡിമ്മടിച്ചു. യേശു നിന്നച്ച് ഒന്ന് വിളിച്ചു, തൊട്ടതാര്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. തൊട്ടതാര്? പത്രോസ് പറഞ്ഞു, കർത്താവേ എന്തോ ഈ പറയുന്നേ? ജനമെല്ലാം അങ്ങയിട്ട് തിക്കുക. വിശാലമായ റോഡിൽ നിന്ന് ഇത്രയും ജനവുമായി ഈ കൊച്ചു റോഡിലേക്ക് കയറിയതോടെ ആളുകൾ അങ്ങയിട്ട് തിക്കുന്നതിനകത്ത് ഒത്തിരി പേര് തൊട്ട് കാണും. യേശുവിന് പറയാനുള്ള, പത്രോസേ, തിക്കിയത് വേറെ, തൊട്ടത് വേറെ. എന്നെ തിക്കുന്ന ഒരുപാട് പേര് കാണും, പക്ഷെ ഒരാൾ എന്നെ തൊട്ടു. പത്രോസേ, അങ്ങനെ തൊട്ടിട്ടില്ല. യോഹന്നാനെ, അങ്ങനെ തൊട്ടിട്ടില്ല, പക്ഷെ ഒരാൾ എന്നെ തൊട്ടു. ഇന്ന് പകൽക്കാലം ശക്തി ചോർത്തത്തക്ക വിശ്വാസത്തോടുകൂടെ കരം നീട്ടുന്നവരുണ്ടോ? നിങ്ങളിൽ ചിലർ യേശുവിനെ തൊട്ടിരിക്കും. ഞാൻ അനൗൺസ് ചെയ്യണമെന്ന് ഓർത്തതാണ്, പക്ഷേ ഈ മെസ്സേജിൻ്റെ ഇടയ്ക്ക് ഞാൻ അതും കൂടെ അങ്ങ് കയറ്റി പറഞ്ഞോട്ടെ. ഒരു പാസ്റ്റർ ലൂക്ക് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒന്നിരുന്നേക്കാം, ഒറ്റ മിനിറ്റ്. ഈ കർത്താവിൻ്റെ ദാസനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഇരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ചർച്ചിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെയാണല്ലോ? രേഖ, പേര് ഞാൻ ഓർക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയം ഇവിടെ എടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വലിപ്പത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അനുഭവസ്ഥരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞു. ഔവായിക്ക് കിട്ടിയ ശാപമാണ് വേദനയോടെ മക്കളെ പ്രസവിക്കുക എന്നത്. പക്ഷേ ഒരളവിന് മുകളിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞവർക്ക് അവരുടെ ശാപങ്ങൾ പൊട്ടിച്ചതോടെ മക്കളുടെ പ്രസവ സമയത്ത് വേദനയില്ലാതിരുന്നു എന്ന് ഒരു ചരിത്രമുണ്ട്. ഇത് പുസ്തകങ്ങളിലുണ്ട്. പക്ഷെ അവരുടെയൊക്കെ രണ്ടാമത്തെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെ 3 പേരുടെ ചരിത്രം എനിക്കറിയാം. അവരുടെ എല്ലാം രണ്ടാമത്തെ കുഞ്ഞുങ്ങളുടെ ജനന സമയത്താണ്, അല്ലെ അതിനു മുമ്പെയാണ് അമ്മയ്ക്ക് ഇത് മനസ്സിലാകുന്നതും ഇത് മനസ്സിലാക്കി പ്രാർത്ഥിച്ചതും. അങ്ങനെ ഒന്നാമത്തെ കുഞ്ഞിനെ വേദനയോടെ പ്രസവിച്ചു, രണ്ടാമത്തെ കുഞ്ഞിന് വേദന ഇല്ലാതെ പ്രസവിച്ചു എന്ന് 2-3 പേരുടെ സാക്ഷ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. രേഖ ഇവിടെ ഇരുന്ന് ഇത് കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അന്ന് അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നില്ല. എൻ്റെ അടുക്കൽ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം പാസ്റ്റർ ലൂക്കും രേഖയും കൂടെ എൻ്റെ അടുക്കൽ വന്നു. എനിക്ക് തോന്നി അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു 10 ദിവസത്തേക്ക് അകമായിരിക്കാൻ ഇവിടെ വന്ന, 10 ദിവസത്തേക്ക് താഴെയായിട്ടുള്ളൂ. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, രേഖയ്ക്ക് വേണ്ടി. എന്നെങ്കിലും ദൈവം ഒരു കുഞ്ഞിനെ തരുന്നത്. എന്തോ വെച്ചാൽ നീ പറയുന്നത് ഇപ്പം അങ്ങോട്ട് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ? അല്ല പാസ്റ്ററെ, എന്നെങ്കിലും. ഇപ്പോഴത്തെ കാര്യമല്ല, എന്നെങ്കിലും ദൈവം ഒരു കുഞ്ഞിനെ തരുന്നെങ്കിൽ അന്ന് വേദന ഇല്ലാതെ വരുവാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. 2 പേർക്കും ഭയങ്കര വിശ്വാസം. ഞാൻ 2 പേരെയും കൂടെ വിളിച്ചു നിർത്തി രേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഞാൻ ലൂക്കോസിന്റെ മേലും കൈവച്ചു. ലൂക്കിന്റെ മേലും കൈവച്ചിട്ട് ഇവന്റെ വിശ്വാസം ഫലിക്കണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, എനിക്കിതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, നിങ്ങളുടെ വിശ്വാസമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ കൈ കഴുകി ഇഞ്ഞു മാറി. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഭാര്യയെ എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, പെയിൻലെസ് ഡെലിവറി, വേദനയില്ലാത്ത പ്രസവം എന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഇന്നിവിടെ വന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശക്തിയുടെ ഉറവിടമായ ക്രിസ്തുവിങ്കിൽ നിന്ന് ശക്തിയെ ചോർത്തുന്ന വിശ്വാസത്തിൻ്റെ സ്പർശനം. ഇത് ഒരു സ്ത്രീ, രക്തസ്രവക്കാരത്തി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിർവഹിച്ചു. യേശു നിന്നു. ആ ശക്തിയുടെ ഉറവിടം അവിടെ നിന്നേച്ചു ചോദിച്ചു, തൊട്ടതാര്? പത്രോസേ, അങ്ങ് തിക്കിയതേ ഉള്ളൂ, പക്ഷെ ഇവൾ തൊട്ടതാ. ഞാൻ പലപ്പോഴും തിക്കാറുണ്ട്, എനിക്ക് യേശുവിനെ നല്ല പരിചയമാണ്. പലപ്പോഴും അടുത്തു വരാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ യേശുവിനെ തിക്കാറുണ്ട്. യേശുവിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തവർ കാണും, യേശുവിനെ കെട്ടിപ്പിടിച്ച് ചുമ്മനം ചെയ്തവർ കാണും, മാറോടി ചാരിയിരുന്നവൻ കാണും. ഇതൊന്നുമല്ലാതെ ഭയന്ന് വന്നുകൊണ്ട് പുറകിക്കൂടെ ഭയന്ന് വന്ന് കൈ നീട്ടി ഒന്ന് തൊട്ട് ശക്തി ചോർത്തിയ ഒരുവൾ രണ്ട് പുറകെ നിൽക്കുക. അവൾ പറഞ്ഞു, അവൾ മനസ്സിലായി ചിലതെല്ലാം സംഭവിച്ചു. അവളുടെ ശരീരത്തിൽ അവൾ ചിലത് തിരിച്ചറിഞ്ഞു. ഒന്ന്, യേശു തിരിച്ചറിഞ്ഞു, ശക്തി തങ്കിൽ നിന്ന് പുറപ്പെട്ടു. 2, അവൾ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു, എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു, താൻ സ്വസ്ഥയായി എന്നവൾക്ക് മനസ്സിലായി. അവൾ മുൻപിലോട്ട് വന്നു, യേശുവിൻ്റെ മുമ്പിൽ വീണു. അവൾ യേശുവിൻ്റെ മുമ്പിൽ വീണേച്ച് സംഭവിച്ചതൊക്കെയും തുറന്നു പറഞ്ഞു, കർത്താവേ, ഞാൻ ഏറിയ വൈദ്യന്മാരാൽ വളരെ സഹിച്ചവളാ, ആരെക്കൊണ്ടും സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഒരു വൈദ്യൻ്റെ കുറ്റമല്ല, എൻ്റെ രോഗത്തിൻ്റെ കാഠിന്യമായിരുന്നു. പക്ഷെ ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കുള്ള വസ്തുവകകൾ മുഴുവനും ഞാൻ വൃഥാവാക്കി കളഞ്ഞു. എന്നാൽ ഇന്ന് കഴിയുന്ന അങ്ങയുടെ അടുക്കൽ വരുവാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ ബലഹീന വശം, എൻ്റെ അയോഗ്യത, കർത്താവേ, എൻ്റെ അശുദ്ധി അങ്ങയെ തൊടുവാൻ എന്നെ അനുവദിക്കാതെ വന്നതിനാൽ ഞാൻ കണ്ടുപിടിച്ച ഒരു ഷോർട്ട് കട്ടാണ് പുറകിൽ നിന്ന് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുക. ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചില ആലോചനകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ചിലരുടെ ഹൃദയത്തിൽ ദൈവം ഒരു ആലോചന കൊടുക്കും, ഒരു 3 മണിക്കൂർ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. വേറെ ചിലരുടെ ഹൃദയത്തിൽ ദൈവം ഒരു ആലോചന കൊടുക്കും, ഞാനൊരു ഉപവാസം പ്രസിദ്ധമാക്കാൻ പോകുകയാ. ഇനി ചിലരുടെ ഹൃദയത്തിൽ ദൈവം ഒരു ആലോചന കൊടുക്കും, ഇന്ന ക്രമീകരണം ചെയ്യാൻ പോകുകയാ. ഈ കൊടുക്കുന്ന ആലോചനയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ശക്തിദായകനിൽ നിന്ന് ശക്തി പുറപ്പെടുകയും അവളുടെ ശരീരത്തിന് വേണ്ട വ്യതിയാനം അവൾ അനുഭവിക്കുകയും ചെയ്തു. യേശുവിൻ്റെ മുമ്പിൽ വീണേച്ചു പറഞ്ഞു. യേശു അവളോട് പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഇന്ന് പകൽ ചിലരോട് പരിശുദ്ധാത്മാവ് ഈ പദം ആവർത്തിക്കട്ടെ, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥരായിരിക്കുക. പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥരായിരിക്കുക. ഇതുവരെ അലട്ടിക്കൊണ്ട് പുറകെ വന്ന ബാധകൾ ഒഴിഞ്ഞ്, ഇതുവരെ പേടിപ്പിച്ചുകൊണ്ട് പുറകെ വന്ന സ്വപ്നങ്ങൾ ഒഴിഞ്ഞ്, ഇതുവരെ വേദനിപ്പിച്ചുകൊണ്ട് പുറകെ വന്ന മുറിവുകൾ മാറി, ഇതുവരെ അലട്ടിക്കൊണ്ട് പുറകെ വന്ന കടഭാരങ്ങൾ മാറി, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. പോയി, ഹല്ലേലൂയ, പോയി ബാധ ഒഴിഞ്ഞ്. സമേരിയ, നിന്റെ ബാധ ഇവിടെ നിൽക്കട്ടെ, പോ. ബാധ ഇവിടെ നിൽക്കട്ടെ, നീ പോ. എന്നെ തൊട്ട സ്പർശനത്തിൽ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈ ശക്തി ഉള്ള ഇടത്ത് ഇനി ആ ബാധ തിരിച്ചു വരികയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ദൂത് കേൾക്കുന്നതിന്റെ ഇടയിൽ ചിലരിലേക്ക് ഒരു ശക്തി വ്യാപരിക്കട്ടെ. ഈ ശക്തി സ്ഥിതി ചെയ്യുന്നെങ്കിൽ ബാധ അടുക്കയില്ല. ഹേ പിശാചേ, ഹേ രോഗമേ, ഇനിയും നിനക്ക് വരുവാൻ കഴിയാതെ ഒരു ശക്തി
ഇന്ന് ചിലരിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അത് ചിലരിലേക്കൊന്ന് ഇറങ്ങട്ടെ. എന്റെ വിശ്വാസത്തിൽ പുറകോട്ട് പിടിച്ച ബാധ മാറ്. ഞാൻ സമാധാനത്തോടെ പോക എന്നുള്ള പദം 2-3 എണ്ണം കൂടെ എടുക്കുവാൻ തിരുവചനത്തിൽ നിന്ന് താല്പര്യപ്പെടുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാൻ ഈ വാക്യത്തിലേക്ക് തിരിച്ചു വരും. പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന വാക്കിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന പദത്തിലേക്ക് തിരിച്ചു വരും. തൽക്കാലം 1 ശമൂവേൽ 1:17 ഏലി എന്ന പുരോഹിതൻ ഹന്ന എന്ന സ്ത്രീയോട് പറയുന്ന ഒരു പദമാണ്. കുഞ്ഞുങ്ങളെ ഒന്ന് വായിക്കാമോ? എനിക്ക് വാക്യം ഒന്ന് എഴുതിക്കൊണ്ടാൻ സാധിച്ചില്ല. ഐ എം സോറി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഏലി ഹന്ന എന്ന സ്ത്രീയോട് പറയുകയാണിത്. കഥ പരിചയമില്ലാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കത്തിൽ, ഹന്നയെന്നും പെനീനയെന്നും 2 ഭാര്യമാരുണ്ടായിരുന്ന എൽക്കാന എന്നൊരു പുരുഷനെ കുറിച്ച് ശമൂവേലിന്റെ 1-ാം പുസ്തകം പറയുന്നു. അദ്ദേഹം കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്ന എന്ന സ്ത്രീക്ക് മക്കളില്ലായിരുന്നു. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് ഹന്നയെ അധികം സ്നേഹിക്കുന്നു എന്നതിനാൽ പെനീന തന്നെ മനസ്സുകൊണ്ട് വെറുത്തു. ഇവളുടെ പ്രതിയോഗിയായി മാറുകയും എന്നും അവളെ കുത്തി നോവിക്കുകയും ചെയ്യുമായിരുന്നു. കുത്താൻ അവൾ ഉപയോഗിച്ചിരുന്നത് വാക്ക. ചിലര് കൈ കൊണ്ട് കുത്തും, ചിലർ വാളുകൊണ്ട് കുത്തും, ചിലർ നാക്കുകൊണ്ട് കുത്തും. ഇവൾ നാക്കുകൊണ്ട് കുത്തുന്നവളായിരുന്നു. അവളുടെ വാക്കുകൾ കൊണ്ട് എന്നും കുത്തി നോവിപ്പിക്കുമായിരുന്നു. നിനക്കൊരു സന്തതി ഇല്ലല്ലോ എന്ന പദമായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. ഹന്ന ഇത് കേട്ട് ദുഃഖിച്ചു. ഒരു ദിവസം അവൾ ദൈവാലയത്തിൽ വന്നു. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇവളൊന്ന് ഗൗരവമായി പ്രാർത്ഥിച്ചു. ഇവളുടെ നാവ് വല്ലാതെ ചലിച്ചു, അധരം വല്ലാതെ ചലിച്ചു, പരിസരം അവൾ മറന്നു. അവൾ ഒരിടത്തിരുന്ന് പ്രാർത്ഥന തുടങ്ങി. ഏലി പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പാടുമ്പോൾ ഇവൾ വേറെ ഏതാണ്ട് പറയുകയാ. എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ ഇവൾ വേറെ ഏതാണ്ട് പറയുകയാ. എല്ലാവരും കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവൾ കേൾക്കാതെ സംസാരിക്കുക. ഇത് കണ്ടിട്ട് പുരോഹിതൻ വിചാരിച്ചു ഇവൾ വീഞ്ഞു കുടിച്ച് മത്തയായി ഇരിക്കുക. പുരോഹിതൻ അരിശം വന്നു. ഇവളോട് വന്ന് പറഞ്ഞു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അന്യഭാഷ സംസാരിച്ചു തുടങ്ങിയ അന്ന് യഹൂദന്മാരിൽ നിന്ന് ദൈവകൃപ ഇല്ലാതെ പോയ ചിലർ, ഭക്തന്മാരായ പുരുഷന്മാർ, ദൈവകൃപ ഉള്ളവർ വന്നവരെല്ലാം ഇവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മനസ്സിലാക്കാതെ പോയ ഒരു കൂട്ടം അഭക്തന്മാർ അന്യഭാഷയെ പരിഹസിച്ചു തുടങ്ങി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ഉണ്ടായി. അന്യഭാഷ എന്ന് തുടങ്ങിയോ പരിഹാസവും അന്ന് തന്നെ തുടങ്ങി. എന്ന് അന്യഭാഷ ഭൂമിയിൽ ആരംഭിച്ചോ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതേ 2-ാമത്തെ അധ്യായത്തിൽ വേറൊരു കൂട്ടർ പരിഹസിച്ചും തുടങ്ങി. അവരും പറഞ്ഞു ഇത് പുതുവീഞ്ഞു കുടിച്ചവരാണ്. ഇവിടെ വന്നപ്പോൾ ഏലിയും പറഞ്ഞു നിന്റെ വീഞ്ഞിറങ്ങട്ടെ, നീ പുതുവീഞ്ഞു കുടിച്ചവളാ. ഇവൾ അടുത്ത് വന്ന് പറഞ്ഞു, യജമാനനെ, അങ്ങ് വിചാരിക്കുന്നത് പോലെ അടിയൻ ഒരു നീച സ്ത്രീ അല്ല. അങ്ങയെ ഞാൻ വെറുത്തത് കൊണ്ടല്ല, അങ്ങയെ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ല. എൻ്റെ ഹൃദയം ദൈവ മുമ്പിൽ പകരുകയായിരുന്നു. എനിക്ക് ഹൃദയത്തിൽ വേദനയുള്ള ഒരു സ്ത്രീയാ. ഇന്ന് പകൽ ഹൃദയത്തിൽ വേദനയുള്ള ചിലതിനെ സ്വർഗത്തിലെ ദൈവം തിരിച്ചറിയട്ടെ. എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, വേറൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഹൃദയത്തിൽ വേദനയുള്ള ചിലതിനെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാ, മനോവ്യസനമുള്ള സഹോദരി, മനോവ്യസനമുള്ള സഹോദര, അങ്ങയുടെ പ്രാർത്ഥന ദൈവത്തോട് കഴിക്ക്, ഒരു മറുപടി ഉണ്ടാകും. ഏലി വിളിച്ചു പറഞ്ഞു, ഹന്നേ, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാ, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല, എൻ്റെ ഹൃദയം ദൈവത്തോട് പകരുകയാ. ഇന്ന് പകൽ ഹൃദയം ദൈവത്തോട് പകരുന്ന ആ സ്ത്രീയുടെ അനുഭവ സാക്ഷ്യം കേട്ടോണ്ട് പുരോഹിതൻ പറഞ്ഞ മറുപടിയാണ്, സമാധാനത്തോടെ പോക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ, ജീവനുള്ള ദൈവത്തോട് നാം കഴിച്ച അപേക്ഷ, ദൈവ മുമ്പിൽ ഞാൻ കഴിച്ച അപേക്ഷ അവൻ എനിക്ക് നൽകുമാറാകട്ടെ, അവൻ നമുക്ക് നൽകുമാറാകട്ടെ.
അവൾ എഴുന്നേറ്റു പോയി. പിന്നെ അവിടെ മുഖം വാടിയിട്ടില്ല എന്ന് പറഞ്ഞ അകത്തോട്ടങ്ങ് കയറിയ വാക്ക് അത് ഹൃദയത്തിൻ്റെ ആകെ സ്റ്റാറ്റസ് അങ്ങ് മാറ്റി. ഇന്ന് വരെ വിഷമിച്ച് നടന്ന ഹന്ന, വന്നിരുന്ന് പൊറുപൊറ സംസാരിച്ച ഹന്ന, മത്തുപിടിച്ചവളെ പോലെ ലക്ഷണം കാണിച്ച ഹന്ന, അവളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഈ വാക്കങ്ങ് കയറി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് തീരെ എഴുന്നേക്കാൻ വയ്യായിരുന്നു. വളരെ അവശനായി കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, കർത്താവേ നാളെ രാവിലെ എഴുന്നേക്കാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു. ഞാൻ എഴുന്നേക്കും, എന്തു പറയും? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഒരു പദം ദൈവാത്മാവ് എന്നോട് ഇടപെട്ടതാ. എൻ്റെ വചനം സൃഷ്ടിക്കുന്ന വചനമാ. ഇന്ന് ഞാൻ അതൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഇന്ന് പകൽ ഞാൻ അതൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഹന്നേ, അങ്ങയുടെ അപേക്ഷയുണ്ടല്ലോ ദൈവം മുമ്പിൽ എത്തിയെങ്കിൽ ഇതാ ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഞാൻ ഒരു വാക്ക് പറയുകയാണ്. നീ ചോദിച്ചത് ദൈവം നിനക്ക് തരട്ടെ. അതൊരു സൃഷ്ടിയായി. സൃഷ്ടിക്കുന്ന വാക്ക്, സൃഷ്ടിക്കുന്ന വാക്ക്. ആ സൃഷ്ടിക്കുന്ന വാക്ക് അവളിലേക്ക് കടന്നു. അതവളിൽ വിശ്വാസമായി പരിണമിച്ചു. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കുക. തിരുവചനത്തിന്റെ അവിടുന്ന് ഇവിടുന്ന് ഓരോ വാക്ക് ഞാൻ ആവശ്യത്തിനനുസരിച്ച് എടുത്തുപയോഗിക്കുകയാ. കേട്ടവരിൽ കേട്ട കേൾവി വിശ്വാസമായി പരിണമിച്ചു. ഇന്ന് പകൽ എത്ര പേരിൽ ഈ വാക്ക് വിശ്വാസമായി പരിണമിക്കും? ഇത് വിശ്വാസമായി പരിണമിക്കുമെങ്കിൽ ഇനി മുഖം വാടരുത്, ഇനി മുഖം വാടരുത്. അവളുടെ മുഖം പിന്നെ വാടിയതില്ല. അവൾ സമാധാനത്തോടെ പോയി. പിറ്റേ ആണ്ടിൽ ആരാധനയുടെ സമയമായപ്പം എൽക്കാന പറഞ്ഞു, ഭാര്യമാർ രണ്ടുപേരും റെഡിയാകാം, പോകാം. ഇപ്രാവശ്യം ഹന്നയ്ക്ക് കുഞ്ഞിനെ കൂടെ എടുത്തോട്ട് പോകാമല്ലോ. ഹന്ന പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഇന്ന് വരുന്നില്ല. ഞാൻ ഈ കുഞ്ഞിനെ ചോദിച്ചു വാങ്ങുവാൻ കഴിഞ്ഞ വർഷം വന്നു. ഇനി ഞാൻ ഒരു വരവുണ്ട് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ. ഇതിനെ ഇടയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കൊണ്ടുപോക്കില്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചത് ഇവനെ കൊടുത്തേക്കാമെന്നാ. ഇവനൊന്ന് മുലകുടി മാറുന്നത് വരെ ഒരു മാതാവിൻ്റെ കർത്തൃത്വം നടത്തി ഞാൻ ഇവനെ വളർത്തട്ടെ. എൻ്റെ കുഞ്ഞിൻ്റെ മുലകുടി മാറും. ഹൂറേസ്യാരാ, എൻ്റെ സഭയുടെ മുലകുടി മാറും, എൻ്റെ ഏരിയയുടെ മുലകുടി മാറും, എൻ്റെ ഭവനത്തിൻ്റെ മുലകുടി മാറും. സ്വന്തം കാലിൽ എഴുന്നേക്കാവുന്ന പരുവമാകും. സ്വന്തം കാര്യാദികൾ ചെയ്യാൻ സമയമാകും. എത്ര കാലം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആളുകളെ കൊണ്ടുവന്നോ, അവർ തന്നെ എഴുന്നേക്കാറാകും. എന്റെ കുഞ്ഞിന്റെ മുലകുടി മാറും. അന്ന് ഞാൻ ആലയത്തിൽ പോകും. ഇവൻ ദൈവസന്നിധിയിൽ എന്നേക്കും ശുശ്രൂഷിക്കേണ്ടതിന് ഇവനെ ഞാൻ ആലയത്തിൽ കൊടുക്കും. ആത്മമണ്ഡലത്തിൽ വഴിതെറ്റിപ്പോയ നേതൃത്വങ്ങൾ അവൾ കണ്ടുകൊണ്ടിരിക്കുക. യോഹിതന്റെ മക്കളായ ഓഫ്നിയും ഫിനഹാസും വലിയത് പ്രതീക്ഷിക്കുന്നവർ വഴിതെറ്റി നടക്കുന്ന ഒരു കാലഘട്ടം. യാഗം കഴിക്കുവാൻ വരുന്നവർക്ക് സഹായം ചെയ്യാത്തൊരു കാലഘട്ടം. തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. എൻ്റെ ജനം ഇതിനേക്കാൾ നല്ല സർവീസ് ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം ഇതിനേക്കാൾ നല്ല ശുശ്രൂഷകന്മാരെ ഡിസേർവ് ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊടുക്കും. കർത്താവേ, തകരുന്ന ആത്മീക മണ്ഡലത്തിൽ നേതൃത്വ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബേഥേലിൽ നിന്നും ഒരു വറ്റത്തെ കാഴ്ചവെക്കുവാൻ ദൈവം ഇവരെ വളർത്തി തരണമേ. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സമാധാനത്തോടെ പോയിക്കോ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 7:50 വായിക്കണ്ട. ലൂക്കോസിന്റെ സുവിശേഷം 7:50 പാപിയായ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് കാലിന് പരിമളതൈലം പൂശി. ശിമോൻ എന്ന ഒരു പരീശന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ശിമോന് പാപികളെ വീട്ടിൽ കൈക്കൊള്ളുന്നത് ഇഷ്ടമല്ല. അതുങ്ങളെ ഒഴിവാക്കുക നല്ലത്. എന്താ കാര്യമെന്നറിയാവോ? ഇതുങ്ങളെ നന്നാക്കാൻ ശിമോനെ കൊണ്ട് കഴിയത്തില്ല. ശിമോൻ എത്ര നോക്കിയാലും ഒരു പാപിയെ നന്നാക്കാൻ ഒക്കത്തില്ല. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ പാപത്തിൽ ജീവിക്കാൻ ഒരുത്തൻ തീരുമാനിച്ചാൽ ഇതിനെ നന്നാക്കുന്നത് എളുപ്പമല്ല. അവനെ കൊണ്ട് ഒക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് ഇവൾ വീട്ടിൽ വരുന്നത് ഒരു പരീക്ഷനും ഇഷ്ടമല്ല, ശിമോനും ഇഷ്ടമല്ല. ആ സമയത്താണ് യേശുവിൻ്റെ കാൽക്കൽ ഇവൾ തൻ്റെ തൈലം പൂശുന്നത്. യേശു അവളെ വിലക്കാതിരിക്കുന്നത് കണ്ട് ശിമോൻ അരിശം വന്നു. അവൾ പറഞ്ഞു, പെമ്പറന്നവരെ പറഞ്ഞു വിട്, ഇവൾ പാപിയാ. യേശു അവളെ അങ്ങ് അംഗീകരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, സമയമെടുക്കും. യേശു അവളെ അങ്ങ് അംഗീകരിക്കാൻ തീരുമാനിച്ചു. ഇരുന്നവർ അവളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് നടുവിൽ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ സമാധാനത്തോടെ പോ,
നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പിറുപിറുക്കേണ്ടവൻ പിറുപിറുക്കട്ടടാ, കുശുമ്പ് കാണിക്കേണ്ടവൻ കാണിക്കട്ടടാ. നിനക്കോ പാപമോചനം വേണമായിരുന്നു. ഇന്ന് പകൽക്കാലം പാപമോചനം വേണ്ടവരുണ്ടോ? എൻ്റെ യേശുവിന് പറവാനുള്ളത്, സമാധാനത്തോടെ പോ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, പാപം ക്ഷമിക്കുവാൻ ഭൂമിയിൽ കഴിയുന്ന ഏക വ്യക്തിത്വം നസറയനാകുന്ന യേശുവാ. കാരണം പാപമില്ലാത്ത രക്തം മാനവവർഗത്തിന് വേണ്ടി ചിന്തിയത് യേശു മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന് ബൈബിൾ പറയുവാനുള്ള കാര്യം, പാപം ഇല്ലാത്ത രക്തം പാപിക്ക് വേണ്ടി ചിന്തി തന്ന ഏക വ്യക്തിത്വം നസറയനാകുന്ന യേശുവാകയാൽ രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ല എന്ന ദൈവത്തിന്റെ നിത്യസത്യത്തിന്റെ ഒരു നിവർത്തീകരണം എന്ന വണ്ണം കാൽവരിയുടെ മേട്ടിൻ പുറത്ത് യേശു തന്റെ തൂങ്ങി നിൽക്കുകയാണ്. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, BC എന്നതിന്റെ ഫുൾ ഫോം ബിഫോർ ക്രൈസ്റ്റ് എന്നൊന്നും അല്ല, ബിഫോർ ദ കോമൺ ഇയർ എന്നേ ഉള്ളെന്ന്. താൻ അടുത്ത 2000 കൊല്ലം പറഞ്ഞാൽ ആരും തന്നെ അംഗീകരിക്കില്ല. മലയാളത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ആ ഭാഷയിലേക്ക് പോകുന്നില്ല, പോയി വേറെ വല്ല പണിയും നോക്കാൻ. ഒക്കാത്ത കാര്യം പറഞ്ഞ് സ്ഥാപിക്കാൻ മെനക്കെടാതെ മരമണ്ട. ആ വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്. കഴിഞ്ഞ 2000 വർഷം അത് ഉപയോഗിച്ചു വന്നു. ചരിത്രത്തെ രണ്ടായി തിരിച്ചു. രാജാക്കന്മാർ ദൈവങ്ങളെന്ന് അഭിനയിച്ചവരുണ്ട്, സാധാരണക്കാർ ദൈവങ്ങളെന്ന് അഭിനയിച്ചവരുണ്ട്. അവർക്കാർക്കും ലോകത്തെ കീഴടക്കുവാനോ വിജയിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ദരിദ്ര കുടുംബത്തിൽ, ഇസ്രയേലിൻ്റെ ഇടയിൽ ആശാരി കുടുംബത്തിൽ ജനിച്ച ഒരു ദരിദ്ര കുടുംബത്തിൽ വളർന്ന ദൈവപുത്രനായ ക്രിസ്തുവിന് ചരിത്രത്തെ തിരിക്കാൻ കഴിഞ്ഞു. തൻ്റെ ഇറ ലോകവ്യാപകമായി സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. എന്താ കാരണം? പാപമില്ലാത്ത രക്തം ചിന്തുവാൻ തൻ ദൈവത്തിൻ്റെ പുത്രനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് പകൽ പാപത്തിൻ്റെ ഭാരം വഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ യേശുവിന് പറവാനുണ്ട്, സമാധാനമായി പോക, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. സിസ്റ്റർ മേരി കോവൂര് ശുശ്രൂഷിക്കുന്ന സമയം പറഞ്ഞിരുന്ന ഒരു ചരിത്രം അനേക ആവർത്തി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജയിലുകൾ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദാസൻ ഒരിക്കൽ ഒരു സെൻട്രൽ ജയിലിൽ ചെന്ന് അവിടെയുള്ള ആളുകളെ കണ്ട കൂട്ടത്തിൽ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയോട് ചോദിച്ചു, ഒരു കൊലക്കുറ്റത്തിന് അവിടെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവളാണ് ഈ സ്ത്രീ. ആ സ്ത്രീയോട് ചോദിച്ചു, അമ്മേ, നിങ്ങൾക്കിവിടെ ഏറ്റവും പ്രയാസമുള്ളത് എന്തുവാ? ഇവിടെ ലഭിക്കുന്ന തീരെ തരം താഴ്ന്ന ആഹാരമാണോ അന്നത്തെ ജയിൽ? അതോ ഇവിടെ ലഭിക്കുന്ന പരുഷമായ ഇടപെടലുകളാണോ? നിങ്ങൾ ഒരു പക്ഷെ ചെയ്യുന്ന കഠിന ജോലിയാണോ? മൂട്ട കൊണ്ട് നിറഞ്ഞ ഇവിടുത്തെ കട്ടിലാണോ? കൊതുക് കൊണ്ട് നിറഞ്ഞ ഇവിടുത്തെ അന്തരീക്ഷമാണോ? എന്തുവാ നിങ്ങൾക്ക് അതിപ്രധാനം? ആ സ്ത്രീ പറഞ്ഞു, എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ഇതെല്ലാം ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ എനിക്കിതിനേക്കാൾ എല്ലാം കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒന്നുണ്ട്. ഞാൻ ഈ ജയിലിൽ വരുവാൻ കാരണമായത് വെറും 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ച് കഴുത്ത് ഞെക്കി കൊന്ന കുറ്റത്തിനാണ്. 2 വയസ്സുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വന്നതിനെ കഴുത്ത് ഞെക്കി കൊന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ആ കുഞ്ഞിൻ്റെ തള്ളി വരുന്ന കണ്ണുകളും ആ ദയനീയ രൂപവുമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ബാക്കി എല്ലാം സഹിക്കാം, എനിക്ക് ഒതുക്കം വയ്യാത്ത ഒന്നാണ് ഈ കുഞ്ഞിൻ്റെ കണ്ണ് എൻ്റെ മുൻപിൽ തന്നെ നിൽക്കുന്നത്. പാസ്റ്റർ വി എ തോമസിന്റെ ഭാഷയിൽ, മനസാക്ഷിയുടെ കോടതിയിൽ വിധിക്കപ്പെട്ട കുറ്റവാളിയെ, ചെയ്ത കുറ്റത്തെക്കുറിച്ച് മനസാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പാപത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ ആഗ്രഹിക്കുന്ന എന്നെ കേൾക്കുന്ന വ്യക്തിത്വമേ, ലോകത്തിന്റെ 5 വൻകരകളിലായി ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ കുറ്റം, എൻ്റെ പാപം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അതെന്റെ കണ്ണുകൾക്ക് മറവല്ലെന്ന് പറയാവുന്നവർ ഇന്ന് പകൽ അതിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്നുവോ? യേശുവിന് പറവാനുണ്ട്, സകല ഭൂസീമവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാനല്ലാതെ ഒരു ദൈവമില്ല, ഞാനാണ് പാപികൾക്ക് വേണ്ടി പാപമില്ലാത്ത രക്തം ചിന്തിയത്. സ്ത്രീയെ ആളുകൾ നിരൂപിക്കട്ടെ, അവർ തോന്നിയതെല്ലാം പറയട്ടെ, അക്കാര്യം ഞാൻ നോക്കിക്കോളാം. സമാധാനത്തോടെ പോ, സമാധാനത്തോടെ പോ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുവിങ്കിൽ നിന്ന് പാപമോചനം പ്രാപിക്കാത്ത, ഇല്ലെങ്കിൽ ഇന്ന് മനസാക്ഷിയുടെ കോടതിയിൽ വിധിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പാപം ക്ഷമിപ്പാൻ കഴിയുള്ളവൻ്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പാപങ്ങൾ കർത്താവ് ക്ഷമിക്കട്ടെ.
അടുത്തൊരു പദം സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞ് ഞാൻ എടുത്തോട്ടെ. ഒരിച്ചിര തമാശ. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5:19. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ബൈബിൾ ക്ലാസ്സിൽ, കഴിഞ്ഞ ഞായറാഴ്ച മുമ്പത്തെ ഞായറാഴ്ചയോ വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ആ ഭാഗം തൊട്ടിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5:19 വായിക്കണമെന്നില്ല. 5:19 ഇങ്ങനെ കാണാം. കുഷ്ഠരോഗിയായിരുന്ന ഒരു നയമാൻ ഏലിശ എന്ന പ്രവാചകന്റെ അടുക്കൽ വന്നു. ഇത് വെറും പഴയ നിയമ കഥയായി തള്ളരുതേ. ലൂക്കോസിന്റെ സുവിശേഷം 4:27 യേശു ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 4:27 യേശു ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് വെറും പഴയ നിയമ കഥയായി തള്ളരുത്. തേണ്ടേ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ നയമാൻ ഏലിശ പ്രവാചകന്റെ അടുക്കൽ വന്നു. ഏലിശ പ്രവാചകൻ അവനോട് പറഞ്ഞു, നീ പോയി യോർദാനിൽ ഒരു 7 പ്രാവശ്യം മുങ്ങ്, നീ സൗഖ്യമാകും. അവൻ ആരംഭത്തെങ്കിൽ എതിർത്തെങ്കിലും പിന്നത്തേതിൽ പോയി മുങ്ങി. 7-ാം പ്രാവശ്യം മുങ്ങി സൗഖ്യമായി, തൻ്റെ ശരീരം ശുദ്ധമായി, കുഷ്ഠം മാറിയെന്നറിഞ്ഞു. അവൻ നേരെ ഏലിശ പ്രവാചകന്റെ അടുക്കൽ തിരിച്ചു വന്ന് പ്രവാചകനോട് പറഞ്ഞു, യജമാനനെ, ഇസ്രയേലിൽ അല്ലാതൊരു ദൈവമില്ല. ശമരിയയിൽ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് എൻ്റെ രോഗം സൗഖ്യമായേനെ. എൻ്റെ യജമാനനായ രാജാവ് ഭയങ്കര ശക്തനാണ്, ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. നാട്ടിലുള്ള ഡോക്ടേഴ്സിനെ മൊത്തം അറിയാം. പക്ഷെ അവിടെ എങ്ങും എനിക്ക് വിടുതൽ കിട്ടിയില്ല. ഇസ്രയേലിൽ മാത്രമേ ഒരു ദൈവമുള്ളൂ ഇങ്ങനെ എന്നെ വിടുവിക്കുവാൻ. നിസ്സാരമായ കാര്യത്താൽ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമുള്ളതല്ലായിരുന്നു. ഇവിടുത്തെ വെള്ളത്തെക്കാൾ എത്രയോ പവിത്രമായ വെള്ളമുള്ള നദികളൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് മതിയെന്ന് ഞാൻ ഓർത്തതാണ്. പക്ഷെ അങ്ങയുടെ വാക്കിന്, ആ സൃഷ്ടിക്കുന്ന വാക്കിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതിനെ അംഗീകരിച്ച് അത് വിശ്വാസമായി പരിണമിച്ചപ്പോൾ 7-ാം പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് കുഷ്ഠം മാറി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇസ്രയേലിൽ അല്ലാതെ വേറെ ദൈവമില്ല. ഇന്നു മുതൽ യഹോവയോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല. വാചകമാ, ഇന്നു മുതൽ യഹോവയോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല. പക്ഷേ എൻ്റെ സാഹചര്യം പെശക. ആ ഭാഗം ഒത്തിരി പേർക്ക് അറിയാത്തൊരു ശ്രദ്ധിച്ചു. ഞാൻ അരാം രാജാവിൻ്റെ ഭൃത്യന, അവിടുത്തെ സർവ്വസൈന്യാധിപന. രാജാവ് രാവിലെ ആരാധിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടേ പോകത്തുള്ളൂ. എൻ്റെ കൈത്താങ്ങലോടെയാണ് രാജാവ് ആരാധിക്കുന്നത്. ഞാനും അവിടുത്തെ കൂദാശകളിൽ പങ്കെടുത്തേ മതിയാകത്തുള്ളൂ. അങ്ങനെ എൻ്റെ യജമാനനായ രാജാവ് റിമ്മോൻ എന്ന ദേവന്റെ ക്ഷേത്രത്തിൽ രാവിലെ നമസ്കരിക്കാൻ പോയി. എൻ്റെ അകമ്പടിയോടുകൂടെ നമസ്കരിക്കുമ്പോൾ ഞാനും ചുമ്മാ ഒന്ന് കുമ്പിടും, അങ്ങ് ക്ഷമിച്ചേക്കണം. അത് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം ദൈവത്തോട് മാത്രമാണ്. പിന്നെ ചുമ്മാ ഒന്ന് വരയ്ക്കുവന്നേ ഉള്ളൂ, ചുമ്മാ ഒന്ന് തൊഴുവന്നേ ഉള്ളൂ. ചുമ്മാ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ യഹോവയോടെ പ്രാർത്ഥിക്കത്തുള്ളൂ. സംശയമുള്ളവരെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അങ്ങ് വായിച്ചോണം. ഏലിശ പറഞ്ഞ മറുപടി, ഒരു കുഴപ്പമില്ല, സമാധാനത്തോടെ പോയി റിമ്മോൻ്റെ മുമ്പിൽ കുമ്പിടറ, സമാധാനത്തോടെ പോ. ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യനാ. ഇത് അനുവദനീയമോ? അതെ, ഏലിശ അനുവദിച്ചു. സമാധാനത്തോടെ പോയി കുമ്പിട്, അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ബ്രാക്കറ്റിനകത്ത് ദാനിയേൽ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. ഇച്ചിരൂടെ വേഗത്തിലായിരിക്കും. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ മുതലായി 4 പേരെ രാജാവ് ബാബേലിൽ നിന്ന് തിരഞ്ഞെടുത്തു. ബാബേലിലെ അടിമത്വത്തിൽ കൊണ്ടുപോയ മുഴുജനത്തിൻ്റെ നടുവിൽ നിന്നും ചരിത്രപ്രകാരം ഒരു 70 ബാലകന്മാരെ തിരഞ്ഞെടുത്തു. ബൈബിളിൽ എണ്ണമില്ല, എത്ര പേരെന്ന് എഴുതിയിട്ടില്ല. ചരിത്രപ്രകാരം ഒരു 70 ബാലകന്മാരെ തിരഞ്ഞെടുത്തു. ഈ 70 ബാലകന്മാർക്ക് രാജാവ് കഴിക്കുന്ന ആഹാരവും രാജഭോജനവും കൊടുത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിർത്തുവാൻ തൻ്റെ ഷണ്ണാധിപന്മാരോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 4 പേരുണ്ട്. ഈ 4 പേർ അതിഭക്തന്മാരാന്ന് വേണം പറയാൻ. അതിഭക്തന്മാർ. കാര്യം ആകെ 70 എണ്ണത്തെ തിരഞ്ഞെടുത്തതിൽ 66 പേർക്കും ഒരു പ്രശ്നവുമില്ല. അവർ സന്തോഷമായി രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയാണ്. ജ്ഞാനക്കൂട്ടത്തിലും കാണാൻ ഉണ്ടായിരുന്നേ പറഞ്ഞേനെ, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നടത്തുന്ന ദൈവം തേണ്ടടാ എന്നെ എത്ര സമൃദ്ധിയായി പോറ്റിയെന്നറിയാമോ. പക്ഷേ ഈ 4 പേര് പറഞ്ഞു, ഇല്ല, രാജാവ് ഭക്ഷിക്കുന്ന ആഹാരം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ, ദാനിയേലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ, ദാനിയേലേ, ജീവനോടിരിക്കുന്ന കാലത്ത് ആരും വലിയവരല്ലെന്നറിയണം. പ്രത്യേകിച്ച് നീ ഒരു അടിമക്കൊച്ചൻ. ഇവിടെ നിന്നെ അടിമയായി പിടിച്ചോണ്ട് വന്നതാ.
ഈ നാട്ടിലെ രാജാവ് പറയുന്നത് കേട്ട് ജീവിക്കല്ലേ നല്ല ഇട. ഇതുപോലൊരു ഭാഗ്യം ആർക്ക് കിട്ടും? നിനക്ക് രാജഭോജനം കഴിക്കാനുള്ള പദവി കിട്ടിയില്ലയോ? എല്ലാ ഇസ്രായേലിനും അടിമവേല ചെയ്യുമ്പോൾ നീ കൊട്ടാരത്തിൽ വസിക്കുകയല്ലേ? ഇതുപോലൊരു നന്മയുണ്ടോ? എടാ, അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയ കിടക്കുമോടാ. അത് മലയാളത്തിലെ പഴഞ്ചൊല്ല കേട്ടോ. അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയ കിടക്കുമോടാ. നിനക്ക് എന്തടാ മറ്റുള്ളവനെ പോലെ? ബാക്കി എല്ലാവരും ഈ 64 പേരും 66 പേരും അബ്രഹാമിന്റെ സന്തതി തന്നെയല്ലേ? നിന്നെപ്പോലെ തന്നെയല്ലേ? നിനക്കെന്നടാ പ്രത്യേകത? അവരിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രമോ? പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഏലിയാവിൽ നിന്നും അഭിഷേകം വാങ്ങിച്ച് ഇരട്ടിപ്പിച്ച ഏലീശ, പേര് കേട്ടാൽ വിറയ്ക്കും. ആ ഏലീശ സാഹചര്യം വന്നപ്പോൾ തന്റെ നയമാനോട് പറഞ്ഞത്, പോയി റിമ്മോന്റെ ക്ഷേത്രത്തിൽ തൊഴാനല്ലേ? നിനക്കെന്നടാ നഷ്ടം? ദാനിയേലിന് പറയാനുള്ളത്, കുഷ്ഠരോഗിയുടെ വിളിയല്ല എൻ്റെ വിളി. എൻ്റെ വിളി വേറെയാ. അവൻ നരകത്തിപ്പാനുള്ളവനാ. അവൻ റിമ്മോനെയും തൊഴുതച്ച് നരകത്തിലോട്ട് പോട്ടെ, പക്ഷെ എൻ്റെ പോക്ക് വേറെയാ. ഞാൻ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ. അടുത്ത ചാപ്റ്ററിലോട്ട് മാറാൻ പോകുകയാ. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ, ദാനിയേൽ പ്രവചനം 3:18, രാജാവ് ഒരു കൽപ്പനയിട്ടു. വലിയൊരു സ്വർണ്ണബിംബത്തെ കൊണ്ട് നിർത്തിയേച്ചു പറഞ്ഞു, വീണ, കുഴൽ, തമ്പുരു മുതലായ വാദ്യമേളങ്ങൾ മുഴുവനും മുഴങ്ങുമ്പോൾ വീണ് ഇതിനെ നമസ്കരിക്കണം. ചുമ്മാ ഒന്നും ആരും നമസ്കരിക്കണ്ട. വീണയുണ്ട്, മ്യൂസിക് ഉണ്ട്, പാട്ടുണ്ട്, കിന്നരമുണ്ട്, ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ മുഴങ്ങുന്ന സമയത്ത് രാജ്യം മുഴുവനും ഈ ബിംബത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളും ആരാധിക്കണം. ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേർക്ക് നിശ്ചയമായും ഏലീശയുടെ ചരിത്രം വേണേ പറയാം. പക്ഷെ അവർ പറഞ്ഞു, അത് പറയാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, പ്രമാണത്തിന് വേണ്ടി നിൽക്കുകയാ. രാജാവേ, ഞങ്ങൾ നമസ്കരിക്കയില്ല. അവരെ പ്രത്യേകിച്ച് പിടിച്ചുകൊണ്ട് വന്നേച്ചു പറഞ്ഞു, രണ്ട് ഇപ്പോൾ ഒരു ചാൻസും കൂടെ തരാൻ പോകുകയാ. ദി ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതാണ്. നമസ്കരിക്കുന്നെങ്കിൽ നമസ്കരിച്ചോ, ഇല്ലെങ്കിൽ എരിയുന്ന തീച്ചുളയിലേക്ക് എടുത്തെറിയാൻ പോകുകയാ. അവരുടെ മറുപടി, രാജാവേ, ഇതിൽ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാത്ത കാര്യം എന്തിനു പറയുന്നു? നമസ്കരിക്കത്തില്ല. എന്ന കളിയായി പറയുന്നേ. ഏലീശ അപ്പുറത്ത് അനുവദിച്ചെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് നടന്നുകൂടാ? മോനെ, നയമാന്റെ വിളിയല്ല എൻ്റേത്, സ്വർഗത്തിപ്പാനുള്ള വിളിയാ എൻ്റേത്. നയമാന്റെ സാക്ഷ്യം ഒരുപാട് പ്രയോജനം ചെയ്യും. നീ തന്റെ ശമര്യയിലോട്ട് ചെന്ന്, ഇസ്രായേലിലല്ലാതെ ദൈവമില്ല, എൻ്റെ കുഷ്ഠം പൊറുപ്പിച്ചതാണെന്ന് നിന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞാൽ, എടാ, നന്നാകാനുള്ളവൻ ഇഞ്ഞു പോരും. അവർ വന്ന് നന്നാകും. നീയോ നരകത്തിപ്പാനുള്ളവനാ. നീ പോയി റിമ്മോനെ തൊഴ്. ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് മാറാൻ പോകുകയാണ്. 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ രാജാവ് ഒരു കൽപ്പന ഇട്ടു, എന്നോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാമോ, പഴയ രാജാക്കന്മാരിൽ പലരും അവരാ ദൈവമെന്ന് പറഞ്ഞ അവരുടെ തലമുറയിൽ ചത്ത് കെട്ടുപോയതാ. ഞാനാ ദൈവമെന്ന് പറഞ്ഞ് അവരവരുടെ തലമുറയിൽ ചത്ത് കെട്ടുപോയവരാ. ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും സംസാരിക്കുമ്പോൾ രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദൈവം വേറെ ഉണ്ടോടാ? ഞാൻ ദൈവമാണെന്ന് അവരിൽ പലരും പറഞ്ഞത്. ഇവിടെ മനുഷ്യ ദൈവങ്ങൾ. ഇവിടെ രാജാവ് പറഞ്ഞു, ഇനി എന്നോടെ പ്രാർത്ഥിക്കാവൂ, ആരോടുമല്ല. ദാനിയേൽ ചെന്ന് രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞ ശേഷം ചെന്ന് പതിവ് പോലെ തൻ്റെ മാളികയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ടുണ്ട്. എല്ലാവരും കാണുക പ്രാർത്ഥിച്ചു. ദാനിയേലെ ഏറ്റവും കുറഞ്ഞത് നാട്ടുകാർ കാണാതെ മുറിയൊന്ന് അടച്ചിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നല്ലോ. ഇങ്ങനെ പറഞ്ഞ അറിയോ അറിയാതിരിക്കുകയോ അവരുടെ ജോലി. എൻ്റെ പ്രമാണം ഇതാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, അടിമകളായി പോകുന്ന ഇടത്ത് യെരുശലേമിന് നേരെ വാതിൽ തുറന്ന് പ്രാർത്ഥിക്കാനാ. വരവണ്ണം വ്യത്യാസമില്ലാതെ, വള്ളിയും പുള്ളിയും മാറാതെ ഞാൻ ഇത് അനുസരിക്കാൻ പോകുകയാ. എന്തായിരുന്നു പരിണിതം? ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ടു. പക്ഷേ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ രാജാവ് രേഖ തിരുത്തി. രാജരേഖകളെ തിരുത്തുന്ന ദൈവത്തിന്റെ പ്രമാണം. രേഖകൾ തിരുത്തിയ 2 ഇൻസിഡന്റ് ബൈബിളിലുണ്ട്. പഴയ നിയമത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം സുനിൽ പാസ്റ്ററുമായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളൊന്ന് ഓർത്ത് അയവിറക്കി. എസ്തേറിന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനെ മുഴുവനും കൊന്നുകളയുവാൻ രേഖ എഴുതിയ സാഹചര്യത്തിൽ എസ്തേർ ഒരു 3 ദിവസത്തെ ഉപവാസം, തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ ഒരു 3 ദിവസത്തെ ഉപവാസം. അത് കഴിഞ്ഞ ശേഷം ഹേഗായിയോട് പറഞ്ഞു, ഞാൻ രാജസന്നിധിയിലേക്കൊന്ന് പോകുകയാണ്, അങ്ങൊന്ന് പറഞ്ഞു തരണം ഞാൻ എന്തൊക്കെ കൊണ്ടുപോകണം. ഹേഗായി
പറഞ്ഞതുമായി വിശദീകരിക്കത്തില്ല. അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനെ വീഞ്ഞു വിരുന്നിന് വിളിച്ചു. പരിണിതം രാജാവ് മുദ്രമോതിരം ഊരി വേണ്ട എസ്തേറിന്റെ കൈ കൊടുത്തേച്ചു പറഞ്ഞു, പണ്ടെഴുതിയ രേഖയെ നിഷ്ഫലമാക്കുവാൻ, പുതിയൊരു രേഖ ചമയ്ക്കുവാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നിയമങ്ങൾ തിരുത്തുന്ന, രേഖകൾ തിരുത്തുന്ന, കൽപ്പനകൾ തിരുത്തുന്ന വേർപാടിന്റെ പ്രമാണം ജീവിതത്തിൽ എടുക്കുന്ന ആത്മീയർക്കായി എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എങ്ങും ഞാൻ എത്തുന്ന ലക്ഷണമില്ല. വേദപുസ്തകം തൊട്ടുപോയാൽ പിന്നെ നിർത്താൻ പ്രയാസമാണ്. ഇതിനകത്ത് ആഴമായ ആശയങ്ങളുണ്ട്. 10,000 ജലലക്ഷങ്ങൾ ശ്രദ്ധിക്കുന്നതിനാൽ ദൈവത്തിന് പലരോടും സംസാരിക്കാനുണ്ട്. 2 പേര് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ മേ ബി ഓൺ ടൈം നിർത്താമായിരുന്നു. ജനലക്ഷങ്ങൾ ശ്രദ്ധിക്കുന്നതിനാൽ അതിൽ പലരോടും ഇടപെടുവാൻ, ഇന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, താങ്കളോട് ഇടപെടുവാൻ ദൈവത്തിന് ഉള്ളതിനാലാണ് ലക്ഷങ്ങളുടെ സമയം കണക്കാക്കാതെ താങ്കളോട് ഇടപെടുവാൻ ചികഞ്ഞ് പെറുക്കി ഇതിന്റെ അകത്തുനിന്ന് ദൈവം ഇടപെടുന്നതെന്ന് അറിയുക. സ്തോത്രം. ചിലത് ദൈവം ഇടപെടുകയാ, ചിലത് ദൈവം ഇടപെടുകയാ. രാജാക്കന്മാരെ രേഖ തിരുത്ത്, രാജാക്കന്മാരെ രേഖ തിരുത്ത്. ഈ രേഖ തിരുത്തുക എന്നുള്ള പദം പറഞ്ഞപ്പോഴേ PG വർഗീസ് കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു കൊച്ചു ലെറ്റർ, അത് ഡോക്ടർ KV പോൾ പിള്ള അവരുകൾ പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചതാണ്. ആ ചരിത്രം എന്ന് പറഞ്ഞേക്കാൻ, രേഖ എഴുതിയാലും നേരത്തിന് കൊടുക്കേണ്ടവർ കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് പറയാൻ വേണ്ടി. ആ ചരിത്രം ഇങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാർ ഭാരതം ഭരിച്ചിരുന്ന ഒടുവിലത്തെ കാലം, ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങിയ മലയാളികളുടെ കൂട്ടത്തിൽ ഒരു പിള്ള ഉണ്ടായിരുന്നു. എന്ത് പിള്ളയാന്ന് ഞാൻ പേര് വിട്ടുപോയി. ഒരു പിള്ള ഉണ്ടായിരുന്നു. ആ പിള്ള ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങി. അദ്ദേഹത്തെ അന്നത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിച്ചു. പൂജപ്പര ജയിലിൽ അടച്ചു. അന്ന് കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന വൈസ്രോയി താമസിച്ചിരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇന്നത്തെ ഗവർണർ താമസിക്കുന്ന ബിൽഡിങ്ങിലാണ് അന്നത്തെ വൈസ്രോയി താമസിച്ചിരുന്നത്. തൻ്റെ ഭർത്താവിനെ കൊല്ലുവാൻ വിധിച്ചുവെന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളയുടെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി സായിപ്പിൻ്റെ ബംഗ്ലാവിൻ്റെ മുമ്പിൽ വന്നു. അല്ലെങ്കിൽ അന്നത്തെ വൈസ്രോയിയുടെ ബംഗ്ലാവിൻ്റെ മുമ്പിൽ വന്നു. വാച്ച്മാൻ അവരെ അകത്തോട്ട് വിടാഞ്ഞതുകൊണ്ട് അവരെ വാതുക്കെ കടന്ന് ഭയങ്കര ബഹളവും കരച്ചിലുമൊക്കെയായി. ബഹളവും കരച്ചിലും പിള്ളേരുടെ കരച്ചിലും എല്ലാം കൂടെ കേട്ടുകൊണ്ട് സായിപ്പ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ തൻ്റെ 2 കൊച്ചു കുട്ടികളുമായി മഴയും നനഞ്ഞ് ഒരു സ്ത്രീ അവിടെ കടന്ന് കരയുന്നത് കണ്ടു. വാച്ച്മാനോട് പറഞ്ഞ് അകത്തോട്ട് വിടാൻ പറഞ്ഞു. അകത്ത് വന്ന് അവരോട് ചോദിച്ചു, എന്നാന്ന് ചോദിച്ചോ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെയാണ് കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നത്, ദയവ് ചെയ്ത് എൻ്റെ ഭർത്താവിനെ വിടണം. ഈ 2 കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ല, എനിക്ക് ഭർത്താവില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒന്നുമില്ല, ഞങ്ങളെ നാട് കടത്തിയാലും ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. പക്ഷെ എൻ്റെ മക്കൾക്ക് അപ്പനുണ്ടായിരിക്കേണ്ടതിന് വേണ്ടി ദയവായി എൻ്റെ ഭർത്താവിനെ മോചിപ്പിച്ചു തരണം. സായിപ്പിന് മനസ്സലിവ് തോന്നി. സായിപ്പ് ചോദിച്ചു, ഞാൻ അവനെ വിട്ടാൽ ഇനി ഒരിക്കലും അവൻ പൊളിറ്റിക്സിൽ ഇറങ്ങത്തില്ല, സമരത്തിന് വരത്തില്ല, നിനക്ക് ഉറപ്പ് തരാമോ? അവൾ പറഞ്ഞു, ഉറപ്പ് തരാം, ഇനി ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ വിടത്തില്ല, മാത്രമല്ല ഞങ്ങളെ നാട് കടത്തിയാലും ഞങ്ങൾ എവിടെയും പൊയ്ക്കോളാം, കൊല്ലല്ലേ. സായിപ്പിന് മനസ്സലിവ് തോന്നിയിട്ട് അവരോട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവരെ വിട്ടിച്ച് പെട്ടെന്നൊരു പേപ്പർ എടുത്തു. അതിൽ എഴുതി ഈ ആളിനെ റിലീസ് ചെയ്തിരിക്കുന്നു. ഗവർണറുടെ എഴുത്ത് അല്ല, വൈസ്രോയുടെ എഴുത്ത് ആർക്കും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അവിടെ ജോലിയിൽ നിന്ന ഒരു വേലക്കാരനെ വിളിച്ച്, ജോലിക്കാരനെ വിളിച്ച്, അതിൻ്റെ ഓഫീസറെ വിളിച്ച് സീൽ ചെയ്ത ഈ കവർ ഓഫീസറുടെ കൈ കൊടുത്തേച്ച് പറഞ്ഞു, വേഗം ഇതും കൊണ്ട് പൂജപ്പരയിൽ പോയി ജയിലർക്ക് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതലേ നല്ല മഴയുണ്ട്. തിരുവനന്തപുരത്തെ കൊടപ്പനക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം കടന്നാണ് അദ്ദേഹത്തിന് പോകേണ്ടത്. കൊടപ്പനക്കുന്നിലാണ് ഈ മനുഷ്യൻ്റെ വീട്, ഈ കൊണ്ടുപോകുന്ന ഓഫീസറുടെ വീട്. അവിടെ എത്തിയപ്പോൾ അയാൾ ഓർത്തു, ഈ മഴ നനഞ്ഞ് രാത്രി പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം വീട്ടിലോട്ട് കയറാം, ഒരല്പം കഞ്ഞിയൊക്കെ കുടിക്കാം, മഴ കുറഞ്ഞിട്ട് ഇതവിടെ കൊണ്ടു കൊടുക്കാം. അയാൾ മഴ കുറഞ്ഞിട്ട് കൊടുക്കാൻ അവിടെ ചെന്നു. തൻ്റെ ഭാര്യ പറഞ്ഞു, ഏതായാലും ഈ രാത്രിയിൽ ഇനി മഴ നനഞ്ഞ് പോകണ്ട, ഇവിടെ കിടന്നുറങ്ങ്, രാവിലെ പോകാമെന്ന് പറഞ്ഞു. പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ അയക്കാൻ വലിയ സന്തോഷമായി, കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരല്പം വൈകി, എന്നാൽ ഉള്ള സ്പീഡിൽ ഓടി അവിടെ കൊണ്ട് നീ എഴുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജയിലർ അവനെ തുറച്ചു നോക്കിയേ ചോദിച്ചു, എപ്പോഴാണ് നിന്റെ കയ്യിൽ ഈ എഴുത്ത് കിട്ടിയത്? ആ സ്ത്രീ തൻ്റെ വെളിയിൽ കിടന്ന് കരയുന്ന ഈ സമയത്തും അവളും 2 മക്കളുമായി വെളിയിൽ കിടന്ന് കരയുകയാ, എപ്പോഴാണ് നിന്റെ കയ്യിൽ ഈ എഴുത്ത് കിട്ടിയത്? അയാൾ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് കിട്ടിയതാ. എടാ, നീ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? രാവിലെ 5 മണിക്ക് പിള്ളെ കൊന്നു. ആ സ്ത്രീയോട് ഞാൻ എന്ത് മറുപടി പറയും?
ഇന്ന് പകൽക്കാലം തിരുത്തപ്പെട്ട രേഖകൾ, സുവിശേഷത്തിന്റെ സദ്വർത്തമാനം എന്റെയും നിങ്ങളുടെയും കൈകളിലുണ്ടെങ്കിൽ മഴയുടെ ഇൻകൺവീനിയൻസും കിടക്കയുടെ കൺവീനിയൻസും കണ്ട് കാത്തിരിക്കുകയാണെങ്കിൽ എവിടെ ഈ എഴുത്തെത്തണമോ അത് സാധിക്കാതെ വരും. ആകയാൽ പ്രസന്റ് ടു ആക്ഷൻ, പ്രസന്റ് ടു ആക്ഷൻ. ന്യൂഡൽഹിയിൽ ഞാൻ ആയിരുന്ന സമയത്ത് അന്നത്തെ നല്ല വാഹനമാണ് സൈക്കിൾ, പുതിയ സൈക്കിൾ, എൻ്റെ പഴയ സൈക്കിളായിരുന്നു. ഞങ്ങൾ സ്നേഹിതന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു, സുവിശേഷത്തിൻ്റെയും വിടുതലിൻ്റെയും സന്ദേശം നമ്മുടെ കയ്യിലുണ്ട്, എങ്ങനെ ജനത്തിൻ്റെ കയ്യിലെത്തും? ഒരു പഴയ സൈക്കിളുണ്ട്, സ്പീഡ് ചവിട്ട് ഒരിടത്തൂടെ എളുപ്പം എത്താം. പ്രസന്റ് ടു ആക്ഷൻ, പ്രസന്റ് ടു ആക്ഷൻ, സ്പീഡ് ചവിട്ട്. അങ്ങനെ അനേകർ രക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ കയ്യിൽ പലതുമില്ലേ? പ്രസന്റ് ടു ആക്ഷൻ. രേഖകൾ തിരുത്തുവാൻ, രാജമോതിരം കൊണ്ട് ഒപ്പുവെക്കുവാൻ, മുദ്രയിടുവാൻ ചിലത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പറയാം, ഞങ്ങൾ രേഖകൾ തിരുത്തും. യേശുവിൻ്റെ നാമത്തിൽ രേഖകൾ തിരുത്തും. യേശുവിൻ്റെ നാമത്തിൽ രേഖകൾ തിരുത്തും. ഇന്ന് പകൽ രേഖകൾ തിരുത്തുവാൻ, വിധികൾ തിരിച്ചിടുവാൻ, വിധിക്കപ്പെട്ട ചിലതിനെ മരണത്തിന്റെ വക്രത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, വിധിക്കപ്പെട്ട ചിലതിനെ വീഴ്ചയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അല്ലെ അധികാരപ്പെട്ട ദൈവമൈതലേ, ഇന്ന് പകൽ പറ, യേശുവേ അങ്ങയുടെ രക്തത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. We are on the move. ഒരു പുതിയ തീരുമാനം നമുക്ക് എടുത്തേ മതിയാകെയുള്ളൂ. കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിന് നമ്മെ ചിലരെ സഹായിപ്പാനുണ്ട്. ഇന്ന് പകൽ തുടർന്ന് ഞാൻ ഒരു രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തുടർന്ന് ഞാൻ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ മെസ്സേജിന്റെ മുമ്പിൽ തങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുവാൻ എത്ര പേരുണ്ട്? നിങ്ങളുടെ രക്ഷയിലേക്ക് നിങ്ങളെ വിളിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് നിങ്ങളെ വിളിക്കുവാൻ, ദൈവവചനം അനുസരണത്തിലേക്ക് നിങ്ങളെ വിളിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരു സാൽവേഷൻ ദൈവത്തിന്റെ നിയമപ്രകാരം ഇന്ന് പകൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ, കർത്താവേ എന്നെ ദൈവകരങ്ങളിൽ തരുന്നുവെന്ന് പറയുവാൻ നമ്മിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു അവസരമാണ്. ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കാത്തവർ, വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവർ ഇന്ന് പകൽ ഒരു പുതിയ വ്യവസ്ഥയ്ക്ക് തയ്യാറാകുമെങ്കിൽ, ദൈവവുമായി അടുത്തുവാൻ താല്പര്യപ്പെടുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു അവസരം കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, വിശ്വസിക്കുന്ന ചിലത് ഇന്ന് പകൽക്കാലം തൊട്ടിരിക്കും. രേഖയുടെ ചരിത്രം ഞാൻ വിളിച്ചു പറഞ്ഞു. പാസ്റ്റർ ലൂക്കോസിനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് കാണിച്ചു. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി അൺനാച്ചുറലായ ചിലത് ചെയ്യുവാൻ ഇന്നും എൻ്റെ കർത്താവ് ശക്തനാ. ഇതുവരെ കഴിയാതിരുന്ന ചിലത് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടതിന്, ദൈവവുമായി ഒരു വ്യവസ്ഥ എടുക്കേണ്ടതിന്, തൃപ്പാദത്തിലേക്ക് അടുത്തു വരുവാൻ കൃപ ലഭിച്ച ദൈവവൈതലേ, നമുക്ക് ദൈവത്തെ വാഴ്ത്താം. അതേസമയം ഇന്ന് വരെയും ഞാൻ യേശുവുമായി ഒരു വ്യവസ്ഥ ചെയ്തിട്ടില്ല, യേശുവിനെ എൻ്റെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ല. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുവാൻ ഞാൻ ഇതാ വരുന്നുവെന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വിസിനിറ്റിയിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു കൈ വ്യക്തമായി ഉയർത്തുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു അനുഭവത്തിൽ വന്നിട്ടില്ല, ഇന്ന് ആദ്യമായി ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ടൈം. ഞാൻ ഒരു കൈ പോലും കാണുന്നില്ല. ഞാനൊരു സഭായോഗത്തിലാണ് നിൽക്കുന്നത്. ഇതിനകത്തിരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായിരിക്കണം. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. അതേസമയം ഞാൻ ക്യാമറയിലേക്ക് തിരിയട്ടെ. വെളിയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ മൂവ്മെന്റ്. ദയവായി നിങ്ങൾക്കൊരു കരം ഉയർത്താം. അതാത് സ്ഥലങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിയിലുള്ളവർ അതാത് സ്ഥലങ്ങളിൽ ഇന്ന് ഇതിനകത്ത് ഉയർത്തപ്പെട്ട കരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. സഹോദര, കരം താഴ്ത്തിയിടൂ. ഇനി ആരുണ്ട് യേശുവിനെ ഇന്ന് പകൽക്കാലം രക്ഷകനായി അംഗീകരിക്കുവാൻ? ഇതുവരെയും അത് കഴിയാഞ്ഞവർ, ഇതുവരെ സ്നാനപ്പെടാഞ്ഞവർ, ഞാൻ സ്നാനത്തിന് വേണ്ടി താല്പര്യപ്പെടുകയാണെന്ന് പറയുവാൻ ആരുണ്ട്? ഇന്ന് പകൽ അങ്ങനെയുള്ളവർക്ക് ആ അവസരത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്താം. ലോകത്തിന്റെ 5 വൻകരകൾ ആ കരത്തിനായി സ്തോത്രം. കരം താഴ്ത്തിയിടൂ സഹോദരി. ഇനി ആരുണ്ട് ആ കരത്തിനായി സ്തോത്രം? കരം താഴ്ത്തിയിടാം. നോ, ദാറ്റ്സ് എ ചൈൽഡ്. ആ പുറകിലത്തെ കരത്തിനായി സ്തോത്രം സഹോദരി, കരം താഴ്ത്തിയിടാം. ഇനി ആരുണ്ട് യേശുവിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ? ആരുണ്ട് യേശുവിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ? ഇതുവരെ ആ തീരുമാനം എടുക്കാഞ്ഞവർ, താങ്ക് യു, ആ കരം താഴ്ത്തിയിടാം. ഇനി ആരുണ്ട് യേശുവിന് വേണ്ടി? ആ കരത്തിനായി സ്തോത്രം. ഇനി ആരുണ്ട് യേശുവിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ? ഇന്ന് പകൽ ലഭിച്ച ഒരു നല്ല സമയമാണ്, കളയരുത്. ഇന്നൊരു വിടുതലിന്റെ ദിവസമാ. പൈശാചിക മണ്ഡലങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ദിവസമാ. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ട്. ഒരു മനുഷ്യൻ
സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് ലാഭം? മുഴു ലോകത്തെക്കാൾ വിലയുള്ള ഒരാത്മാവിനെ. ഇന്ന് പകൽ അഗണ്യമായി കരുതരുതേ. 2, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കരം ഉയർത്തിയവരെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ ദാസനാ. ഇത് അങ്ങയുടെ സഭയം ശരീരമാണ്. ഈ സഭ അങ്ങയുടെ ശരീരം, അങ്ങയുടെ ദാസന്മാർ, ഇതിനകത്തങ്ങേ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തന്മാർ, ഞങ്ങൾ ഒരുമിച്ച് ഈ കരമുയർത്തിയവരെ തൃക്കരങ്ങളിൽ തരുന്നു. ഞങ്ങൾക്ക് കാണത്തില്ല ഇതിൻ്റെ വെളിയിൽ ആരൊക്കെ കരമുയർത്തിയെന്ന്. അവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾക്കൊന്നും മറവല്ല, സകലതും നഗ്നതും മലർന്നതുമാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവകൃപ അവരുടെ മേൽ ഇരിക്കണമേ. രാജാവേ, കർത്താവേ, അങ്ങ് അവരെ സഹായിക്കണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തുടർന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളിലൊരാൾ രോഗിയായിട്ടല്ല, ഇന്ന് പകൽക്കാലം രോഗികളായി എനിക്കൊരു വിടുതൽ വേണമെന്ന് പറയുന്ന ചിലർ ഈ പകലത്തെ ദൈവവചനം നിങ്ങളോട് ഇടപെട്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേൽക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഞാനൊരു രോഗിയാണ്, എനിക്കൊരു വിടുതൽ വേണം, ഇന്നത്തെ വചനം എന്നോട് ഇടപെട്ടു എന്നുള്ളവർ ദയവായി ഈ സമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഐ സീ ദ മജോറിറ്റി ഗെറ്റിംഗ് അപ്പ്. അനേകരാവശ്യത്തിലുള്ളവരാണ്. രോഗികളായി ചില പ്രിയപ്പെട്ടവർ പ്രത്യേകം നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നവരുണ്ട്. സിസ്റ്റർ ജൂലി കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗിയായിരിക്കുക എന്ന് എനിക്കറിയാം. ദൈവകരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കാം. കർത്താവ് തന്നെ സൗഖ്യമാക്കട്ടെ. ആരായിരുന്നു? പത്മജ ആൻറ്റി രോഗിയായി ഹോസ്പിറ്റലിൽ കഴിയുക. താൻ എറണാകുളത്തുണ്ട്, വളരെ രോഗിയായിരിക്കുകയാണ്. ദൈവം തൻ്റെ വചനം അയച്ച് ആൻറ്റിയെ സൗഖ്യമാക്കണം. അങ്ങൾ എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി, ഇന്നലെ ICUയിൽ നിന്ന് നോർമൽ വാർഡിലേക്ക് വന്നിട്ടുണ്ട്. തനിക്ക് എഴുന്നേക്കാൻ വയ്യ, നടു ഇളകത്തില്ല, ഒന്ന് നടക്കാവുന്ന പരുവമായിരുന്നെങ്കിൽ ബാംഗ്ലൂരിന് വരാമായിരുന്നു എന്നങ്ങൾ ഇന്നലെ വിളിച്ചു പറയുകയുണ്ടായി. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്തെ അയക്കണം. ഇന്ന് പകൽ ഒരു ദൈവിക രോഗസൗഖ്യം നടക്കണം. രോഗികളായി പലരും നമ്മുടെ ഇടയിലുണ്ട്, പലരും നമ്മുടെ നടുവിലുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം. ഇന്ന് പകൽ ദൈവം ഒരു ദൈവിക രോഗസൗഖ്യം അവർക്ക് കൽപ്പിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുക. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളിൽ ഒരാൾക്ക് പോലും രോഗശാന്തി ഇല്ല. രോഗശാന്തി ഉള്ളത് അങ്ങേക്കാണ്. അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിച്ചു വരേണ്ട ദൈവം അങ്ങാണ്. കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ തന്നവനെ, ഞങ്ങളുടെ ശരീരങ്ങളുടെ വിടുതലും കൂടെ തരുവാൻ, രോഗസൗഖ്യം തരുവാൻ അങ്ങയ്ക്ക് പ്രസാദമാകണമേ. ഞങ്ങൾക്ക് കുടുംബങ്ങളെ തന്നവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുരുക്കഴിക്കുവാൻ അങ്ങ് മാത്രമാണ് കഴിവുള്ളവൻ. ഞങ്ങൾക്കൊരു ജീവിതം തന്നവനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കുരുക്കഴിക്കുവാൻ അങ്ങ് മാത്രമാണ് ശക്തനാകയാൽ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ആ കുരുക്കുകൾ അഴിയുവാൻ, പ്രശ്നങ്ങൾ അഴിയുവാൻ, നുകത്തിന്റെ അമിക്കയറുകളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ചെത്തുകയാ. റമൽ കമാദിത കമ്പന്തര സമ അൽഗദം വേദപ്രമാ റമാ റമാ സദി ദമേ റക്കദ സന്തൽവരം ബിയാര. എല്ലാ നുകത്തെയും തകർക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ പകൽ വ്യാപരിക്കട്ടെ. നുകങ്ങളെ ഒടിഞ്ഞു മാറാം, കടഭാരങ്ങളെ തീർന്നു മാറാം. ജീവിതത്തിൽ വഴിതെറ്റിയ ചിലതിനെ നേർവഴിക്ക് കൊണ്ടുവന്നാലും മഹത്വം കർത്താവ് എടുക്കണം. ദൈവകൃപ പകരണമേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ.